പ്രിയമുള്ളവരെ, മദ്യാസക്തനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എന്ന ഈ ഒരു ഫെലോഷിപ്പിൻ്റെ സഹായത്താൽ ഇന്നേ ദിവസം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഉണ്ണി. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം. ഹായ് ഹായ് ഹായ്. വളരെ സന്തോഷം. ഹായ് ഹായ് ഹായ്. നിർദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് സന്തോഷവും സമാധാനവുമാണ് എന്നൊക്കെ പറയാനായിട്ട് സാധ്യമാവുന്നത്. നിരവധി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. സാധാരണ കുറച്ച് വഴുകും. അപ്പോൾ അതിൻ്റേതായ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. അതാണ് കുറച്ച് പ്രയറിന് പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. സാധാരണ പ്രയർ ടു പ്രയർ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗൈഡ് ലൈനാണ്. അപ്പോൾ ഈ ഗൈഡ് ലൈൻ പറയുന്നതിന് മുന്നേ ഉള്ള ഒരു കാര്യം, ഇത് AA.org എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് ഔദ്യോഗികമായ പ്രസ്താവനകൾ വരുന്ന നമ്മളുടെ സൈറ്റ് ഉണ്ട്. അതിലുള്ള നിർദ്ദേശങ്ങളാണ്. അതിനെ നമ്മൾ മലയാളത്തിലേക്ക് പറയാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകളോ അല്ലെങ്കിൽ അതിൽ ഇംഗ്ലീഷ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇതെല്ലാം എയുടെ നിർദ്ദേശങ്ങളാണ്. നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് ഞാൻ എടുത്ത രീതിയാണ്. ഒരാളും ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന എൻ്റെ അതേ ആശയത്തിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അയാളുടെ പ്രോഗ്രാം തന്നെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി, ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവരെ മാറ്റി തീർക്കാനും മറ്റുള്ളവർ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പറയുന്ന ഏറ്റവും പ്രധാന കാരണം സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത എനിക്കുണ്ട്. എൻ്റെ ഫെലോഷിപ്പിംഗ് എയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം ഞാൻ പഠിക്കേണ്ടതുണ്ട്. പഠിക്കാനുള്ള എല്ലാ കാര്യവും ഇവിടെ ഉണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് തികച്ചും ശാസ്ത്രീയമായ ഒന്നാണ് എന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ പടിയിൽ നിന്നായിരുന്നു. ആ രണ്ടാമത്തെ പടിയിൽ മറ്റുള്ളവരെ മാറ്റി തീർക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ സ്വയം കണ്ടെത്താൻ തയ്യാറാകുമ്പോൾ, ഇവിടെ വിശുദ്ധമായ നിയമങ്ങളൊന്നും തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനില്ല. ഇങ്ങനെയാണോ? പണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും പഴമക്കാരെ വിളിച്ച് ചോദിക്കുന്നതിനും തെറ്റില്ല. ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? മറ്റുള്ളവരെ മാറ്റി തീർക്കാനാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ, മറ്റുള്ളവരുടെ കുറവുകൾ. അതിന് പകരം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, എന്നെ കണ്ടെത്താനാവുമ്പോൾ, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നായിട്ടാണോ ചെയ്യുന്നത്? ഇനിയും ഞാൻ മാറേണ്ടതുണ്ടോ? കാരണം ഇവിടെ ആരെയും മാറ്റാൻ പറ്റില്ല എന്ന പ്രയറോട് കൂടിയാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. മാറ്റാൻ പറ്റുന്നത് എൻ്റെ മനോഭാവമാണെന്ന് പറയുമ്പോൾ ആ മനോഭാവം മാറ്റാനുള്ള പ്രവൃത്തി, അതിൻ്റെ ഭാഗമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ കൂടുതൽ അറിയാൻ തുടങ്ങി. ആ അറിയാൻ തുടങ്ങുമ്പോഴാണ് തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും, കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായത്, ഈ പാരമ്പര്യങ്ങളും പടികളുമായിട്ടുള്ള ബന്ധം. പാരമ്പര്യങ്ങൾ വെറുതെ ഗ്രൂപ്പിന് വേണ്ടി മീറ്റിങ്ങിൽ പറയേണ്ടതല്ല എന്ന തിരിച്ചറിവ്. 10ാമത്തെ പാരമ്പര്യങ്ങളിൽ പറയാവുന്ന ഒരു പ്രധാന കാര്യത്തെ തൊട്ട് 10ഉം 11ഉം 12ഉം പാരമ്പര്യങ്ങൾ ഇതിനടിസ്ഥാനമായിട്ടാണ് ഈ ഗൈഡ് ലൈനിൽ നിൽക്കുന്നത്. ഒന്ന്, അതിൻ്റെ വിശദമായിട്ട് 10ാമത്തെ പാരമ്പര്യം ഏതൊക്കെ തരത്തിൽ നമുക്കത് പരിശോധിക്കാം എന്നുള്ളതാണ്. എക്ക് മറ്റു വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് എയുടെ പേര് മറ്റു ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചേക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പും അഥവാ ഒരംഗവും എനെ വലിച്ചിഴച്ചുകൊണ്ട് വരത്തക്ക വിധത്തിൽ പുറത്തുള്ള വിവാദ വിഷയങ്ങളിൽ ഒരിക്കലും അഭിപ്രായ പ്രകടനം നടത്തരുത് എന്നാണ് 10ാമത്തെ പാരമ്പര്യത്തിൻ്റെ വിശദീകരണത്തിൽ പറയാറുള്ളത്. അതേപോലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മദ്യപാന പരിഷ്കരണങ്ങൾ, മദ്യപാനം ഈ രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ എയുടെ പേരുമായി ബന്ധപ്പെട്ട എയുടെ കാഴ്ചപ്പാട് പുറത്തേക്ക് അവതരിപ്പിക്കാൻ, അതേപോലെ വിഭാഗീയ ചിന്താഗതിയുള്ള കാര്യങ്ങൾ, ഗ്രൂപ്പുകൾ ആരെയും എതിർക്കുന്നില്ല. അപ്പോൾ ഗ്രൂപ്പുകൾ എതിർക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് എയിൽ അംഗങ്ങൾ ഈ രീതിയിലായിരിക്കണം പൊതുവിൽ പ്രവർത്തിക്കേണ്ടത്. ഇത്തരം തർക്ക വിഷയങ്ങളൊന്നുമില്ല. എയിലെ മീറ്റിങ്ങുകളിലേക്ക് ആളുകൾ വരാത്തതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തുക, എന്നിട്ട് ഞാൻ ആളുകളെ വിധിക്കുക. ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഫിസിക്കൽ മീറ്റിങ്ങിന് വരാത്തത് എന്ന് പറയുക. എന്നിട്ടൊരു ബ്ലീഡിങ് ഡീക്കണായിട്ട് ഞാൻ മാറുന്ന അവസ്ഥ. ഇത് പരിശോധിക്കാനാണ് 10ാമത്തെ പാരമ്പര്യം എനിക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ നിൽക്കുന്നത്? ഈ പാരമ്പര്യത്തെ എനിക്ക് ഏതൊക്കെ കാര്യങ്ങളിലേക്ക് പരിഗണിക്കാൻ തയ്യാറാവും? അപ്പോഴാണ് ഞാൻ യഥാർത്ഥ അംഗമായിട്ട് മാറുക.
ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുക, മറ്റുള്ളവരെ മാറ്റി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലം. ഞാൻ ഈ പാരമ്പര്യങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ ഗ്രൂപ്പുകളിലും പ്രവർത്തിക്കുന്നുണ്ടോ? ആ പാരമ്പര്യം പരിശോധിക്കാൻ ആരംഭിക്കുമ്പോൾ 11ാമത്തെ പാരമ്പര്യം കടന്നു വരും. എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനം ഞാൻ നടത്തേണ്ടത്? ആകർഷകമായിരിക്കണം എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുമായിട്ടുള്ള നമ്മളുടെ ബന്ധം വ്യക്തിപരമായിട്ട് അജ്ഞാതനാണ്, നമ്മൾ അനാമധേയത്വം പാലിക്കണമെന്ന് പറയാറുണ്ട്. അതിന് വികാരപരമായ പ്രസിദ്ധി ഒഴിവാക്കണമെന്നാണ് അഭിപ്രായം. ഇവിടെ എന്താ, നമ്മൾ പുറത്ത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാനൊരു AA അംഗമാണ്, ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ്. ഇവിടെ എന്താണ് പ്രസിദ്ധി എന്ന് തന്നെ അറിയില്ല. AA ഫെലോഷിപ്പിങ്ങിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എയുടെ നമ്മളുടെ ഗ്രൂപ്പുകളുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ പ്രസിദ്ധി എടുക്കുന്ന പരിപാടിയില്ല. നമ്മളുടെ പേരുകൾ വെക്കുന്ന കാര്യം എയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളുടെ പേരുകൾ ആളുകൾ ഇടാറുണ്ട്. ആകെ വളരെ 1000 പേര് പോലും ഇല്ല കൂട്ടായ്മയിൽ. ഇപ്പോഴും നടത്തേണ്ട പ്രാഥമിക ഉദ്ദേശമായ 12ാം പടി പ്രവർത്തനം അത് നടത്താതെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രസിദ്ധിയാണ് ചില ആളുകൾ പ്രസിദ്ധിക്കാണ് ചില പ്രവർത്തികൾ ചെയ്യുന്നത്. ഇതൊക്കെ കുഴപ്പം കിടക്കുന്ന അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിലാവുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ പ്രസിദ്ധി എടുക്കുന്നുണ്ടോ തോന്നുന്നത്. ഈ പാരമ്പര്യം നമുക്ക് പരിശോധിക്കാനുള്ളതാണ്. വികാരപരമായ പ്രസിദ്ധിക്ക് പുറത്ത് ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ് എന്ന് ഞാൻ അറിയപ്പെടാറുണ്ടോ? ഞാനാണ് AA ഗ്രൂപ്പിനെ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് അവകാശപ്പെടാറുണ്ടോ എന്നാണ് 11ാമത്തെ പാരമ്പര്യം പറയുന്നത്. AA ഗ്രൂപ്പിൻ്റെ ഉള്ളിലല്ല. പല സ്ഥലങ്ങളിലും സന്ദേശം കൊടുക്കുമ്പോൾ വ്യക്തിപരമായിട്ട് അനോണിമിറ്റി നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ് അല്ലെങ്കിൽ ഇതിന് മുന്നേ കടന്നു പോയതല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ AA.org എന്ന് പറയുന്ന സൈറ്റിൽ തന്നെ ഇതിനൊക്കെയുള്ള നിർദ്ദേശമുണ്ട്. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ കുഴപ്പങ്ങൾ കാണാൻ ആ പടികളിൽ പറയുന്ന പോലെയാണ്. അപ്പോൾ ആ സ്വാർത്ഥത ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന മനസ്ഥിതിയോടുകൂടി നമ്മിലേക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്ന പോലെ ആൽക്കഹോളിക്സ് അനോണിമസിന് അടുത്തറിയാൻ, AA നന്നായിട്ട് പ്രവർത്തിക്കാൻ, മറ്റുള്ളവർക്ക് സഹായകരമാവുന്ന രീതിയിൽ ഒരു AA അംഗം എന്ന നിലയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുക. Aയുടെ നിർദ്ദേശങ്ങളെ പുറത്തേക്ക് നോക്കി എനിക്ക് കാണാൻ കഴിയും. അറിയുന്ന ആളുകളുമായിട്ട് ചോദിക്കാം, അതിനെ പൂർണ്ണമായി പഠിക്കുക അതിന് ശേഷം അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളതാണ്. അത് പകുതി അറിവുകളാണ് ഉണ്ടാവുക. ആ പകുതി അറിവാകുമ്പോഴാണ് മറ്റുള്ളവരെ മാറ്റി തീർക്കണം. കാരണം പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിക്കുന്ന ഒരാൾ, അറിഞ്ഞു കഴിഞ്ഞ ആൾ, അയാൾക്ക് യാതൊരു പ്രശ്നമില്ല. അയാൾ ആരെയും മാറ്റി തീർക്കാനുള്ള ശ്രമം നടത്തില്ല. അയാൾക്കറിയാം വേറെ ആരെയും മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ AA അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ പേരുകളോ പടങ്ങളോ പബ്ലിക്കിൻ്റെ അടുത്ത്, പബ്ലിക് വളരെ ശ്രദ്ധിക്കേണ്ട വേർഡാണ്, പൊതുജനങ്ങളുമായി സമ്പർക്കം നടത്തുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സംപ്രേഷണം ചെയ്യാൻ പാടില്ല. പൊതുവായി നമ്മൾ അച്ചടിക്കരുത്. കാരണം പുറത്തുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുകയും വേണം. AIക്ക് അനോണിമിറ്റി ഇല്ല. Aയുടെ സന്ദേശം നമ്മൾ പുറത്തേക്ക് കൊടുക്കണം. അതിനെ ആകർഷിക്കുക എന്ന തത്വത്തിൽ, കാരണം സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് നിർബാധം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ആൾക്കാർ കൂട്ടായ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അത് ഏത് മാർഗത്തിലൂടെ എന്നുള്ളതല്ല. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ചില കസ്റ്റം എന്ന് പറയുന്നത് രൂപപ്പെടുന്നതിൻ്റെ കാരണം Aയുടെ പാരമ്പര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. പല പ്രശ്നങ്ങളിലൂടെയും പല വാക്കു തർക്കങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ പല രീതിയിലും ഈ പാരമ്പര്യങ്ങളെ ലംഘിക്കപ്പെട്ടതിന് ശേഷം അത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പാരമ്പര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ നിർദ്ദേശങ്ങളും നമ്മളുടെ പരിശോധനയിൽ നിന്നുകൊണ്ട്, ഗ്രൂപ്പ് കോൺഷ്യസിൽ നിന്നുകൊണ്ട് നമുക്ക് മാറ്റാനും ആ പാരമ്പര്യങ്ങൾ ലംഘിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകണം, കൂട്ടായ്മയുടെ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കാനല്ല, പ്രവർത്തിക്കാനാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ എന്ത് പ്രവർത്തിക്കാൻ പറ്റും, നമ്മളുടെ പങ്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ആ ചെയ്യുന്ന പ്രവൃത്തി സെൽഫിഷായിട്ട് മാറുന്നു. നമ്മൾ ഈ രീതിയിൽ 12ാം പടി പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ Aയുടെ സർവീസ് കാര്യങ്ങൾ ചെയ്തു, അത് വിളിച്ചു പറയാനല്ല. എത്ര പേരെ എൻ്റെ ഉള്ളിലുണ്ടാവണം ഞാനത് എനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന ബോധ്യം. അപ്പോൾ ഇതൊക്കെ ഈ പാരമ്പര്യങ്ങളെ പരിശോധിക്കാനും
പാരമ്പര്യങ്ങളിൽ ഞാൻ നിൽക്കുമ്പോഴുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അതിൽ നമ്മളെ തന്നെ നമ്മൾ പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല. പുറത്ത് സന്ദേശം കൊടുക്കുന്ന കാര്യത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയും എന്നുള്ള വിശദീകരണമുണ്ട്. അപ്പോൾ അജ്ഞാതരായിരിക്കുക എന്ന തത്വത്തിന് ആത്മീയമായ സവിശേഷത ഉണ്ട് എന്ന് പിന്നീട് 12ാമത്തെ പാരമ്പര്യത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് വ്യക്തികളെക്കാൾ തത്വങ്ങൾ അവരോധിക്കണമെന്ന് ഇത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അതിലേക്കൊന്നും ഞാൻ പരിശോധനയിലേക്ക് വരുന്നില്ല, നമ്മുടെ വിഷയങ്ങളിലേക്കാണ്. ഏതെങ്കിലും ചില വ്യക്തികളല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തികളെ പറയേണ്ടത്. ആരും തന്നെ ഇവിടെ തലതൊട്ടപ്പന്മാരായിട്ട് ഏലില്ല. അപ്പം ഞാനും അത്തരം രീതിയിലേക്ക് പോകണ്ട. ഇതും എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഏതെങ്കിലും ഒരാളുടെ ഒരു കാര്യം കേട്ടാൽ അത് ശരിയാണോ എന്ന് വേറെ പലരെയും വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഈ ചോദിക്കുന്ന ആളെല്ലാം തികഞ്ഞവനാണെന്നുള്ള ബോധ്യമുണ്ട്. പിന്നെ ഈ എനിക്കെതിരെയുള്ള അഭിപ്രായം പറഞ്ഞ ആൾ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി ശരിയല്ല, മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്നുള്ള ഭാവം എനിക്കുണ്ട്. ഇത് ഞാൻ 12 പടികളിലൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് കണ്ടെത്താൻ പറ്റുക. അപ്പം ഞാൻ എന്തായി, മറ്റാരെയും മാറ്റാനില്ല, ഞാനിത് പഠിക്കാൻ തുടങ്ങും. ആ പഠിച്ച കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായ അംഗങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അതിനാവശ്യമുള്ളവയെ എടുക്കുകയും സ്വയം പാലിക്കാനാണ് ഈ കാര്യങ്ങളെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കറതീർന്ന എളിമ പരിശീലിക്കാൻ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ആ 12ാമത്തെ പാരമ്പര്യത്തിൻ്റെ വിശദീകരണ രൂപത്തിൽ പറഞ്ഞ പോലെ എയുടെ ഗൈഡ് ലൈനിലേക്ക് കിടക്കാം. നിങ്ങളുടെ അനുവാദത്തോടു കൂടി കിടക്കുകയാണ്. ചില മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ഇതൊക്കെ ഇങ്ങനെ പുതുക്കപ്പെട്ടുകൊണ്ട് ജനറൽ സർവീസ് കോൺഫറൻസാണ് ഈ കാര്യങ്ങളൊക്കെ. കാരണം ഉണ്ടായ കാലം കഴിഞ്ഞ ശേഷം ശാസ്ത്രീയമായ രീതിയാണ് അവലംബിക്കാറുള്ളതെന്ന് പറയുന്നുണ്ട്. പുതിയ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ .org എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ ഇടാറുണ്ട്. അതിലേറ്റവും പ്രധാനം എല്ലാ തത്വങ്ങളും പാരമ്പര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുള്ളൂ. അപ്പം അതിലൊന്ന് തന്നെയാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നിന്ന് പ്രവർത്തനം അല്ലെങ്കിൽ ക്ലീവ്ലാൻഡിൽ നടന്ന ആ സമ്മേളനത്തിനൊക്കെ ശേഷം ഇന്ന് 2023 ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു മീഡിയ, ബ്ലൂ ജീൻസ് എന്ന് പറയുന്ന മീഡിയ, പരസ്പരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ പരസ്പരം അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കാൻ, തങ്ങളുടേതായ അനുഭവത്തിൽ നിന്നുകൊണ്ട് എയുടെ വിഷയങ്ങളെ സംസാരിക്കാൻ, ഓരോരുത്തരുടെയും മനസ്സിലാക്കലനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിലുള്ള കാര്യമാണ്. അതിലൊന്നാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ 12 പടികളെന്ന നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്ന തത്വത്തിൽ നിന്നുകൊണ്ടും എയുടെ 12 പാരമ്പര്യങ്ങളെയും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിലും പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അനോണിമിറ്റി. നമ്മുടെ ആത്മീയ തത്വങ്ങളുടെ അടിത്തറയായതുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു തത്വം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 2013 63ാമത്തെ ജനറൽ സർവീസ് കോൺഫറൻസ്, അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയ, അതോടൊപ്പം തന്നെ പുതിയ മാധ്യമങ്ങൾ, മറ്റു മാധ്യമങ്ങൾ, ഇൻ്റർനെറ്റിൻ്റെ പുതിയ മേഖല ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തി വളരെ ന്യൂജൻ ആശയങ്ങളുമായിട്ടാണ് ഇന്ന് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിണാമത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിൻ്റെ ഒപ്പം പോകണമോ എന്നാണ് ചിന്ത. മാറ്റങ്ങൾ എപ്പോഴും എതിർക്കുന്നൊരു സമൂഹം ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടതല്ല, ചില കസ്റ്റംസിനെ അങ്ങനെ നമ്മൾ പാലിക്കണമെന്ന് പറയുന്ന സമൂഹം എന്നും ഉണ്ട്. പക്ഷെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ലോകത്തിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ സന്ദേശം കൊടുക്കേണ്ടതുണ്ട്, ഞാൻ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടതുണ്ട്. കാരണം മാറ്റത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. കാരണം ശാസ്ത്രീയ മനോഭാവമാണ് സ്വീകരിക്കാറുള്ളത് ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ. പുതിയ അറിവുകളെ, വിശുദ്ധ നിയമങ്ങളോ വിശുദ്ധമായ ഗ്രന്ഥമോ അല്ല നമ്മുടെ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വിസ്തൃതമായ, എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്നതാണെന്ന് പറയാറുണ്ട്. അവിടെ തന്നെ ഈ പറയുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെമിറ്റിക്കായിട്ടുള്ള മതങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ പഴയ ധാരണകൾ, ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മളൊരു പൊതു ഉദ്ദേശമായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ നമ്മളുടെ ആ പൊതുധാരണകളെയോ നമ്മളുടെ അടഞ്ഞ ചിന്താഗതിയെയോ ഇതിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ 2013
GSE ജനറൽ സർവീസ് കോൺഫറൻസ് എങ്ങനെയാണ് ഈ മാധ്യമങ്ങളുമായി ഇടപെടലിൽ 11ാമത്തെ പാരമ്പര്യം പാലിക്കണം എന്നുള്ളത് തീരുമാനമെടുത്തിട്ടുണ്ട് ജനറൽ സർവീസ് കോൺഫറൻസ്. അപ്പോൾ അത് നമ്മളുടെ സഹസ്ഥാപകനായ BW പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ ആ മാധ്യമങ്ങൾ അന്ന് എന്താണോ ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഈ പുതിയ മാധ്യമങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. മാധ്യമങ്ങൾ, പബ്ലിക്കുകൾ ഇടപെടുന്ന മാധ്യമങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ അനാമധേയത്വം എന്ന് പറയുന്നത് 100% അനാമധേയത്വം എന്നുള്ളതാണ് BW പറഞ്ഞിട്ടുള്ളത്. അവിടെ വ്യക്തികളെക്കാൾ തത്വങ്ങൾ, നമ്മൾ വ്യക്തിപരമായ പ്രസിദ്ധി പബ്ലിക്കിൻ്റെ ഇടയിൽ എടുക്കാതിരിക്കുക, തത്വങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട്. കാരണം ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. 1% പോലും ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മളുടെ കണക്ക് പ്രകാരം തന്നെ എത്തിയിട്ടില്ല. എത്ര പേര് 100 കുടിയന്മാരിൽ 20 പേര് ഈ പറയുന്ന അമിത മദ്യപാന രോഗികളായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം രീതികളിൽ നമ്മൾ 100% അനാമധേയത്വം എന്ന് പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ നമ്മൾ ഒരിക്കലും പരസ്യമായിട്ടെന്ന് പറഞ്ഞാൽ പബ്ലിക് ഇടപെടുന്ന പ്ലാറ്റ്ഫോമുകളിൽ നമ്മളുടെ മുഴുവൻ പേര്, അതോടൊപ്പം തന്നെ ഫോട്ടോ ഇത് പ്രദർശിപ്പിക്കരുത് എന്ന് തന്നെയാണ് എയുടെ നിർദ്ദേശം. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ഗൈഡ് ലൈനും കൂടിയുണ്ട്, ഗാർഡിങ് അനോണിമിറ്റി ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഗൈഡ് ലൈനുകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ പ്രവർത്തനങ്ങൾ, അപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങിനെ ഉൾക്കൊള്ളുന്ന ഒന്ന് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതിന് കൃത്യമായ പ്രാധാന്യമുണ്ട്. ഓരോ മീറ്റിങ്ങും ഓരോ വ്യക്തികൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആരുമായിട്ടും പോരാട്ടില്ല. എല്ലാം തന്നെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കുക, നമ്മൾ സ്വയം മദ്യവിമുക്തമായി നിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ എതിരെ പോരാടുന്നതോ അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിങ്ങിന് ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ ഫിസിക്കൽ മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ട, ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ മതി, ഇങ്ങനത്തെ ഒരു അഭിപ്രായവും ഇവിടെ പറയാറില്ല. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, നമുക്കറിയില്ല ഒരു വ്യക്തി എന്തുകൊണ്ടാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത്. നമ്മളങ്ങ് പറയുക, ഇതാണ് കുടിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു കുഴപ്പമേ. ഞാനങ്ങ് വിശ്വസിക്കാൻ ആൾക്കാരൊന്നും പങ്കെടുക്കുന്നില്ല, ആളുകളൊക്കെ ഇപ്പോൾ ഈ ഓൺലൈൻ മീറ്റിങ്ങിലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ആളിടുന്ന വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് ഫിസിക്കൽ മീറ്റിംഗ് ജനറൽ സർവീസ് ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് എൻ്റെ ദൈവം കളിയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം എനിക്ക് മറ്റുള്ളവരുടെ ദൈവം കളിയും മറ്റുള്ളവരുടെ പ്രവൃത്തിയാണല്ലോ എനിക്ക് നോക്കാൻ പറ്റുക. കാരണം മൊത്തം എൻ്റെ തലയിൽ കൂടെ പോവാണ്. ഞാൻ തുടക്കത്തിൽ ഈ 12 പടികളിൽ എത്തുന്നതിന് മുന്നേ ഇങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിൻ്റെ എതിരല്ല, ഇതിന് സഹായകരമായി പ്രവർത്തിക്കുന്നതാണ്. മറ്റേതെല്ലാം വ്യക്തികളുടെ തീരുമാനമാണ്. ഞാനിപ്പോൾ വേറെ വ്യക്തികളോട് ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശമില്ല. ഓരോ വ്യക്തിക്കും വ്യക്തിഗതമായ അംഗത്തിന് അത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആ വ്യക്തി എയിൽ മാത്രമാണ് നവാഗതൻ എന്ന് പറയാറുണ്ട്. അയാൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അയാളുടെ ചിന്തയാണ്. ഞാൻ വ്യക്തിഗതമായിട്ട് ഫിസിക്കൽ മീറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എയുടെ പ്രാഥമിക ഉദ്ദേശത്തിലാണ്. ഇവിടെ ആരുമായിട്ട് പോരാട്ടില്ല. എന്നാൽ പോരാട്ടം ചെയ്യാൻ തന്നെ വളരെ കുറച്ച് അംഗങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ളത്. ഇനിയും ഈ സന്ദേശം കൊടുത്ത ആളുകൾ, ഈ സന്ദേശം കിട്ടിയ ആളുകൾ തന്നെ ഈ ഫെലോഷിപ്പിൽ നിൽക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് 7 അംഗങ്ങൾ ഒരു നിർദ്ദേശം പറയുന്നത്, പരസ്യമായിട്ട് നമ്മളുടെ പേരോ ഫോട്ടോയോ പബ്ലിക്കുമായി ഇടപെടുന്ന സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കരുത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ഒരു ഗൈഡ് ലൈനും കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ഗാർഡിങ് അനോണിമിറ്റി ഓൺലൈൻ എന്ന് പറയുന്ന ഗൈഡ് ലൈൻ. ഇനി അട്രാക്ഷൻ നോട്ട് പ്രൊമോഷൻ നമ്മളോട് പറയാറുണ്ട്. കൂടുതലായിട്ട് ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. BWൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പറ്റി പൊതുസമൂഹത്തിന്, പബ്ലിക്കിന് പലതരത്തിൽ നമുക്ക് അറിവുകൾ നൽകാം. കാരണം അറിവ് നൽകിക്കൊണ്ടേയിരിക്കണം. അത് നമ്മളുടെ പ്രവൃത്തിയാണ്. ചെരുപ്പ് കുത്തി അവസാനം വരെ ചെരുപ്പ് കുത്തിയുടെ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുക, ആളുകൾ വരികയോ നിൽക്കുകയോ ഒന്നുമല്ല. നമ്മളുടെ പ്രവൃത്തി അവിരാമം തുടർന്നുകൊണ്ടിരിക്കുവാനാണ്.
WW ഇങ്ങനെയാണ് പറയുന്നത്, എയെ പറ്റി പൊതുസമൂഹത്തിന് നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അറിവുകൾ നൽകാം. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് മീറ്റിങ്ങിൻ്റെ സ്ഥലത്തിൻ്റെ പുറത്ത് നമ്മളൊരു ബോർഡ് വയ്ക്കാറുണ്ട്. ഇവിടെ ഇന്നത്തെ ദിവസം AA മീറ്റിംഗ് നടക്കുന്നുണ്ട്. ടെലിഫോൺ ഡയറക്ടറിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ അതാത് ഗ്രൂപ്പുകളുടെ നമ്പർ കൊടുക്കാറുണ്ട്. ഇതൊക്കെ അതേപോലെ AA ലിറ്ററേച്ചറുകളും അതോടൊപ്പം തന്നെ റേഡിയോ തുടങ്ങിയ മാർഗ്ഗങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശം കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റിക്കർ ക്യാമ്പയിനിങ് അംഗനവാടി മുതൽ ഓരോ സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണോ നമുക്ക് എയുടെ ബിറ്റ് നോട്ടീസ് കൊടുക്കാറുണ്ട്. എയുടെ സന്ദേശം, മദ്യാസക്തി നിങ്ങൾക്കൊരു പ്രശ്നമാണോ, എന്താണ് മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കാഴ്ചപ്പാട്, അതിനെങ്ങനെയാണ് പൊതുവായ പരിഹാരം നമ്മൾ കണ്ടെത്തിയത്. ഈ രീതിയിൽ പ്രവർത്തികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ യാതൊരു തർക്കമില്ല. പ്രവർത്തിക്കുന്നവർ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഏതൊക്കെ നമുക്ക് സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശം കൊടുക്കണം. അപ്പോൾ ഇത് ഏതൊക്കെ മാർഗമാണെങ്കിലും, അത് ഓൺലൈൻ ആയിക്കൊള്ളട്ടെ, ഓഫ്ലൈൻ ആയിക്കൊള്ളട്ടെ, ഫിസിക്കലായി ചെയ്യുന്ന പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, ഇതൊരൊറ്റ കാര്യമാണ്. ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തന് സന്ദേശം കൈമാറുക. ഇതാണ് ഇതിൻ്റെ പ്രധാനം. നമ്മൾ നിൽക്കേണ്ട മാർഗം. ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തന് സന്ദേശങ്ങൾ കൈമാറുക. അത് വ്യക്തിപരമായിട്ടാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാകാം. അതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നമ്മളുടെ പാരമ്പര്യങ്ങൾ പാലിച്ചുകൊണ്ടാണെന്ന് സ്വയം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 7ാമത്തെ പാരമ്പര്യവും ഇവിടെ കടന്നു വരുന്നുണ്ട്. സെൽഫ് സപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ, അല്ലെങ്കിൽ വേറെ ആളുകളുടെ ഫണ്ട് സ്വീകരിക്കുമ്പോൾ, ഒരു സ്റ്റിക്കർ അടിക്കുമ്പോൾ പല ആൾക്കാരും നമുക്ക് പൈസ തരും. ആ പൈസ തരുമ്പോൾ അവരുടെ പേര് അതിൽ വെക്കാൻ പറ്റും. പക്ഷെ നമ്മളത് സ്വീകരിക്കാറില്ല. നമ്മൾ സ്വന്തമായ രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നിൽക്കുക. അതുകൊണ്ട് തന്നെ 7ാമത്തെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ നമ്മളുടെ ചെലവുകൾ സ്വയം വഹിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ കാര്യങ്ങളിലും നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക് അടക്കം എവിടൊക്കെയാണോ ഇൻ്റർനെറ്റിൽ സൈറ്റ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ, അങ്ങനെ ഇന്ന് കുറേ കൂടിയൊക്കെ അത് സോഷ്യൽ നവമാധ്യമങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ബാധ്യത വരുത്താതെ, നമ്മൾ ആരുടെയും സ്പോൺസർഷിപ്പും പരസ്യങ്ങളും സ്വീകരിക്കാതെ നമ്മൾ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കേണ്ടി വരും. നമ്മുടെ പാരമ്പര്യങ്ങളെ നമ്മൾ ലംഘിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പടികളെയും പാരമ്പര്യങ്ങളെയും അടിയറ വയ്ക്കാതെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇൻ്റർനെറ്റിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഫ്രീ ആണ് എന്ന് പറയുന്ന പല വെബ്സൈറ്റുകളെയും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ തത്വങ്ങൾ നമ്മൾ അറിയാണ്ടത് കടന്നു വരും. നമുക്ക് പലപ്പോഴും പലരും ഓഫർ തരും ഞങ്ങളുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ആ കൂട്ടത്തിൽ നിൽക്കാതെ, അത് ഏതൊരു സർക്കാർ ഏജൻസി ആണെങ്കിൽ പോലും നമ്മളവിടെ ഇൻഡിവിജ്വലായിട്ടാണ് നിൽക്കാറ്. കാരണം നമുക്ക് വേറെ ആരുടെയും ആശയങ്ങൾ പറയാനോ അവരുമായി ചേർന്ന് നിൽക്കാനോ പറ്റില്ല. ഏടെ പാരമ്പര്യങ്ങൾ അത് കൃത്യമായി നമ്മളോട് അനുശാസിക്കുന്നുണ്ട്. കാരണം അത് നമ്മളറിയാതെ മറ്റു പലരും അവരുടെ കാര്യങ്ങൾ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് ഇതെന്താണ്, മറ്റുള്ളവരോട് വിധേയത്വപ്പെടാതിരിക്കാൻ, അവരുടെ പരസ്യവാഹകനാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഏടെ സന്ദേശം പുറത്തേക്ക് കൊടുക്കുമ്പോൾ വേറെ വല്ല ലിങ്കുകളും പരസ്യങ്ങളും കയറി വരാതിരിക്കാൻ നമ്മൾ സ്വന്തമായി വെബ്സൈറ്റ് 7ാം പാരമ്പര്യം അനുസരിച്ചാണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാണ്? നോൺ അഫിലിയേഷൻ, നോൺ എൻഡോഴ്സ്മെൻറ്റ്. മറ്റുള്ളവരുമായി യോജിച്ച് നിൽക്കുമ്പോൾ അവരുമായി ഇടകലർന്ന് അവരുടെ ആശയങ്ങൾ പറയുന്ന രീതിയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഇപ്പോൾ നിലവിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വെബ്സൈറ്റുമായി ബന്ധപ്പെടുത്തി പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാക്കുകയാണെങ്കിൽ എയുടെ വെബ്സൈറ്റ് നമുക്ക് കുറേ കൂടി വിപുലമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മറ്റുള്ള സൈറ്റുകളുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഓരോ എയും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ്. ഇവിടെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓരോ ഗ്രൂപ്പും ഇൻഡിവിജ്വലായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, ഗ്രൂപ്പിൻ്റെ മേൽ അധീശത്വം ഇൻ്റർ ഗ്രൂപ്പിനില്ല. ഡിസ്ട്രിക്ട് കമ്മിറ്റി അല്ല ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.
അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിലെ ആളുകളല്ല. കിറ്റിയിൽ ഇപ്പോൾ 20 രൂപ ഇടുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ആ ഗ്രൂപ്പിൽ കയറി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം നൽകുന്നില്ല. മറ്റ് സംഘടനയിലൊക്കെ അതുണ്ടാവും. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ നിർദ്ദേശം ഹോം ഗ്രൂപ്പ് കൺസെപ്റ്റ്. എൻ്റെ ഹോം ഗ്രൂപ്പിലാണ് ഞാൻ അഭിപ്രായം പറയേണ്ടത്. മറ്റേത് നിരീക്ഷകനായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ ഞാൻ അവിടെ അഭിപ്രായം പറയേണ്ടതും. ഈ കിറ്റിയിലിടുന്ന പൈസ എന്താണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കിറ്റിയിൽ പൈസ ഇടുന്ന ആളുകളെല്ലാം തന്നെ ഇതിൽ അഭിപ്രായം പറയണം എന്ന് വാശി പിടിക്കുന്നത്. അതാത് സ്ഥലങ്ങളിൽ ആ ഹോം ഗ്രൂപ്പിലെ അംഗങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാരമ്പര്യങ്ങളുടെ ഭാഗം തന്നെയാണ്. ഓരോ ഗ്രൂപ്പും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് മറ്റ് ഗ്രൂപ്പുകളെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം നമ്മൾ നടത്തരുത്. നമുക്ക് നമ്മളുടെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറയാൻ പറ്റൂ. നമ്മളുടെ പ്രവൃത്തികൾ ഇവിടെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താ? തർക്ക വിഷയങ്ങൾ ഉണ്ടാവുന്നത് ഒക്കെ ഇതിൻ്റെ പുറത്താണ്. ഓരോ ഗ്രൂപ്പും, അത് ഓൺലൈനിലെ ഗ്രൂപ്പായിക്കൊള്ളട്ടെ, അതാത് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ് എന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രൂപ്പ് മനസാക്ഷി, ആ ഗ്രൂപ്പിലെ ഹോം ഗ്രൂപ്പായി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകൾ, അതിലെ മനസാക്ഷിക്കനുസരിച്ച് എങ്ങനെയാണ് ഗ്രൂപ്പ് കോൺഷ്യസ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ അവിടെയാണ് ദൈവത്തെ അംഗീകരിക്കുന്നത്. ആ ഗ്രൂപ്പ് മനസാക്ഷിയിലൂടെയാണ് നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. ഒരു ഗ്രൂപ്പ് ഒരു വെബ്സൈറ്റിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഗ്രൂപ്പിന് സ്വീകാര്യമായിരിക്കില്ല. അത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പും സ്വതന്ത്ര ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം അതിൻ്റെ മനസാക്ഷിയിലാണ്. അതിലെ ഭൂരിപക്ഷ അംഗങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് മറ്റ് ഗ്രൂപ്പിന് അനുഗുണമായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മളുടെ ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. മറ്റ് ഗ്രൂപ്പുകളുമായിട്ട് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളുമായിട്ടോ സഹകരിക്കുക എന്ന തത്വത്തിലാണ്. കാര്യത്തിൽ പോലും അത്തരം കാര്യമാണ് പറഞ്ഞിട്ടല്ല. അത്ര സ്വാതന്ത്ര്യം തരുന്ന ഒന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഓരോ ഗ്രൂപ്പിനും ഇത്രയധികം സ്വാതന്ത്ര്യം തരുന്ന ഒരു സംഘടനയിലും ഉണ്ടാവില്ല. പലപ്പോഴും ഇത് മറ്റ് സംഘടനയുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്കിത് സംഘടിത പ്രസ്ഥാനമാക്കാൻ ശ്രമിക്കുക. എല്ലാ ആൾക്കാരും ഈ ഒരു നിർദ്ദേശത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ആ ദൈവം കളിയിലേക്ക് നമ്മൾ മാറാനായി തുടങ്ങുന്നത്. അപ്പോൾ ഇത് മുന്നേ ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലാത്ത സൈറ്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ, ഇപ്പോൾ എയുമായി ബന്ധപ്പെട്ട സൈറ്റുകളിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇവിടെ എയുമായി ബന്ധപ്പെടാത്ത മറ്റാൾക്കാരുമായി നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ്റെ സൈറ്റുകളോ അല്ലെങ്കിൽ റീഹാബുകളെ സംബന്ധിച്ചോളം അവരുടെ വ്യക്തിപരമായ ബിസിനസ്സാണത്. അത് കച്ചവടവുമായി അവരുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആളെ കൊണ്ടുവരിക. അവർ ബിസിനസ് ലാഭം ഉണ്ടാക്കാനാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പം അതിനെയും നമ്മൾ വിമർശന വിധേയമാക്കുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മളുടെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഏയുമില്ലാത്ത ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. ഇത്തരം രീതിയിൽ മറ്റ് ആളുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് വിധേയത്വം ഉണ്ടാവും. അവർ പറയുന്നത് അനുസരിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു സ്റ്റിക്കർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ പരസ്യം നമ്മൾ അടിയിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്കെതിരെ നമുക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ നിർബന്ധിതരാവും. അപ്പോൾ നമ്മൾ ഒരാളോടും വിധേയത്വത്തിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് മറ്റ് സൈറ്റുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മറ്റ് സൈറ്റുകളുമായിട്ട് എക്കാരല്ലാത്ത മറ്റ് സൈറ്റുകളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. GSO ജനറൽ സർവീസ് ഓഫീസ് അതുകൊണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വെബ്സൈറ്റായ, ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും aa.org.ൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ എയുടെ വെബ്സൈറ്റുകളിൽ, ഇൻ്റർനെറ്റിലുള്ള മറ്റ് വെബ്സൈറ്റുകളിലും പുറമേ നിന്നുള്ളവർ എയുടെ വെബ്സൈറ്റുകളിൽ പ്രവർത്തിക്കാതിരിക്കാനും, പുറമേ ഉള്ള ആൾക്കാർ പബ്ലിക് കയറിയിട്ട് ആ വെബ്സൈറ്റിൽ പ്രവർത്തിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ നിബന്ധനകളും aa.org.ൽ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ പ്രസ്താവന PDF ഫയലുകൾ വഴി വായിക്കാനുള്ള സൗകര്യം നമുക്ക് ആ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അഡോബ് റീഡർ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്കിത് വായിക്കാൻ പറ്റും. പിന്നെ ഗാർഡിങ് അനോണിമിറ്റി ഓൺലൈൻ എന്നുള്ളതാണ്. ആധുനിക വാർത്താവിനിമയ
രംഗത്തിലൂടെ ഒരു മദ്യാസക്തനിൽ നിന്ന്, നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് ഒരു മദ്യാസക്തനിൽ നിന്ന് മറ്റൊരു മദ്യാസക്തനിലേക്ക് സന്ദേശങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടുന്നുണ്ട്. നമ്മളതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അവിടെ എന്താ പ്രാഥമിക ഉദ്ദേശം? എന്താ? കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം കൊടുക്കണം. ആ പ്രവൃത്തിയാണ് ഇവിടെ സെൽഫിഷ് പ്രവൃത്തിയായിട്ട് മാറുന്നത്. നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്, നമുക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാനാണ്. ഈ പ്രവൃത്തി നമ്മൾ അവിരാമം തുടർന്നുകൊണ്ടിരിക്കണം. ഒരു മദ്യാസക്തനിൽ നിന്ന് മറ്റു മദ്യാസക്തനിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിനെതിരെയും വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ല. തുറന്ന മനസ്ഥിതിയാണ്. എല്ലാ പുതിയ കാര്യങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മളുടെ 4ാമത്തെ എഡിഷൻ ബിഗ് ബുക്ക് ഇറങ്ങിയ സമയത്ത് അതിൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ മീറ്റിങ്ങുകളെ കുറിച്ചിട്ട്. അപ്പോൾ വളരെ വേഗം എത്തപ്പെടുന്നു. ഇൻ്റർനെറ്റ് അംഗത്വം വളരെ നന്നായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആളുകൾ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലാണ്. നമ്മൾ വായന ഇല്ലാതെയായി എന്നൊക്കെ പരിതപിക്കുമ്പോൾ അതിനപ്പുറമുള്ള അറിവുകൾ ആളുകൾക്ക് പുതിയ പ്രസൻറ്റേഷനുകളിലൂടെ, പുതിയ കാര്യങ്ങളിലൂടെ അറിവുകൾ പരസ്പരം പങ്കുവെക്കുകയാണ്. ഈ അറിവുകൾ പങ്കുവെക്കുന്ന എന്തിനാ? ഈ പറയുന്ന ആൾക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ, അയാൾക്ക് കൂടുതൽ പഠിക്കാൻ, കേൾക്കുന്ന ആളുകൾക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാവാൻ. ഇത് കൈമാറ്റം പരസ്പരം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. അപ്പം ആ രീതിയിൽ ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെ പുതിയ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് ശരികളും തെറ്റുകളും ഒന്നുമില്ല. ശരിയും തെറ്റും എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അപ്പം അത് പരിശോധിക്കുകയാണ്. പുതിയ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെയധികം സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെ ഈ ലോകത്ത് നവമാധ്യമങ്ങൾ വല്ലാതെ മനുഷ്യരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമധേയത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ള പ്രശ്നം നമ്മൾ സ്വയം പാലിക്കേണ്ടതാണ്. ആ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്കുണ്ട്. അപ്പോൾ വളരെയധികം നന്നായിട്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങൾ. കൂടുതൽ രീതിയിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. പക്ഷെ അവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, അനാമധേയത്വം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ബിൽ ഡബ്ല്യു അതിനെക്കുറിച്ച് പറയുന്നത്, അനാമധേയത്വത്തെക്കുറിച്ച് പറയുന്നത്, നമ്മളുടെ രക്ഷയ്ക്കായിട്ട് ഒന്നാമത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടും അനാമധേയത്വം പാലിക്കാൻ 2 തലങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ വ്യക്തിപരമായിട്ടും പൊതുസമൂഹം എന്ന നിലയിലും 2 തലമാണ് നമുക്കുള്ളത്. ഒന്ന് പ്രാവർത്തികമായ അനാമധേയത്വം, രണ്ടാമത്തേത് ആധ്യാത്മികമായിട്ടുള്ള തലം, ആത്മീയതയുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള 2 തലം. അപ്പോൾ പ്രാവർത്തികമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളിൽ അനാമധേയത്വത്തിൻ്റെ ലംഘനങ്ങളൊക്കെ ഒരു പരിധിവരെ ആളുകൾക്ക് നടത്തേണ്ടി വരാറുണ്ട്. സന്ദേശം കൊടുക്കുമ്പോൾ, ചില മീറ്റിങ്ങിൽ സംസാരിക്കുന്ന സമയത്ത്, ചില ഗവൺമെൻറ് ഓഫീസുകളിൽ സംസാരിക്കുമ്പോൾ ഒക്കെ. ആത്മീയമായ തലത്തിൽ നോക്കുമ്പോൾ അതൊക്കെ ഓരോ വ്യക്തിയുടെയും തിരഞ്ഞെടുപ്പാണ്. അതെപ്പോഴും പറയാറുണ്ട്. ചില അനാമധേയത്വത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ അനാമധേയത്വം എൻ്റെ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ എൻ്റെ അനോണിമിറ്റി ഞാൻ ബ്രേക്കപ്പ് ചെയ്താൽ മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറയാറുണ്ട്. അത് അനാമധേയത്വത്തിൻ്റെ തലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നത്. ഞാൻ എന്തിനാ അനോണിമിറ്റി പാലിക്കേണ്ട കാര്യം? അത് എൻ്റെ ഇഷ്ടമല്ലേ, മറ്റുള്ളവരത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ അനോണിമിറ്റി തുടക്കത്തിൽ പുതുമക്കാരന് വലിയ രീതിയിൽ ഒരു സുരക്ഷിതത്വം, ഞാനൊരു കുടിയനാണ് എന്നൊക്കെ അറിയപ്പെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്നെ പോലെയുള്ള ആളെ സംബന്ധിച്ചോളം തുടക്കത്തിലേ അതുണ്ടായിരുന്നില്ല. കുടിച്ച് റോട്ടിൽ കിടന്ന എനിക്ക് അനോണിമിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ മൈക്ക് കെട്ടിയിട്ട് ഈ പഞ്ചായത്തിൻ്റെ ജംഗ്ഷനിൽ നിന്ന് പറയും. ഇന്നും കുടിയനാണെന്ന് മറ്റുള്ളവരോട് പറയാൻ യാതൊരു മടിയുണ്ടായിട്ടല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിൽ ഡബ്ല്യു പറഞ്ഞ ഒരു മാർഗമുണ്ട്, ആത്മീയമായ മാർഗം. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ആത്മീയമാണെന്ന് പറയാറുണ്ട്. 100% ആത്മീയമാണ്. വേറൊന്നും ആത്മീയമല്ലാത്തൊന്നുമില്ല. പാരമ്പര്യമൊക്കെ ആത്മീയമായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആത്മീയമായ ആധ്യാത്മികമായ തലം എന്ന് പറഞ്ഞാൽ അത് അത്യധികമായ അച്ചടക്കം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല, നമ്മൾ സ്വയം പാലിക്കേണ്ട അച്ചടക്കം, അത്യധികമായ അച്ചടക്കം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് നമുക്കത് സാധ്യമാണ്. നമ്മൾ സ്വയം പരിശോധിക്കാൻ തയ്യാറായാൽ മതി. മറ്റുള്ളവരുടെ അനോണിമിറ്റി ബ്രേക്കപ്പിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ വറീഡ് ആവാതെ നമുക്ക് എങ്ങനെ ഇത് പാലിക്കാൻ പറ്റും, ആ പോയിൻ്റാണ് അവിടെ നിൽക്കുന്നത്.
നമുക്ക് അത് പാലിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് പാലിക്കാൻ പറ്റും. ആത്മീയമായ പ്രോഗ്രാമാണ് നമ്മൾ ഒരു വ്യക്തിഗതമായിട്ട് നമ്മൾ അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അനാമധേയത്വം പുതുമക്കാരൻ്റെ സംരക്ഷണത്തിനാണ് പ്രാവർത്തികമായിട്ട് നോക്കിയാൽ ഇതുള്ളത്. അതുപോലെ തന്നെ പൊതുസമൂഹങ്ങളിൽ നിന്ന് ബഹുമാനം, സഹായം, സമ്മതിയും നമുക്ക് നേടിത്തരുന്നുണ്ട്. നമ്മൾ പുറത്ത് വ്യക്തിഗതമായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കാതെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ചില പ്രവർത്തികൾ നമ്മൾ ഇത്തരം ഗുണങ്ങളുള്ള ആളുകളാണ്, നമ്മളിപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഇത് നമ്മളെ വാക്കുകളെ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആളുകൾ നമ്മളെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില ബോധ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് മാറ്റാനും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഈ പ്രോഗ്രാം നമ്മളോട് ഓർമ്മപ്പെടുത്താറുണ്ട്. അവർ സ്വയം തിരിച്ചറിയുമ്പോഴാണ് അവർക്ക് നമ്മളെ മനസ്സിലാകും. അപ്പോൾ പൊതുസമൂഹവുമായി നമ്മൾ അനോണിമിറ്റി പാലിച്ചുകൊണ്ട് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനത്തിലാണെന്ന് പറയാതെ നിൽക്കുമ്പോൾ, നമ്മളുടെ പ്രവൃത്തികൾ നന്നാവുമ്പോൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നന്നാവുമ്പോൾ, മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് ചിരിച്ച് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ, ഒക്കെ വ്യക്തിഗതമായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പൊതുസമൂഹം നമ്മളെ ബഹുമാനിക്കും, അവർ നമുക്ക് സഹായങ്ങൾ ചെയ്യും. നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചൊരു സമിതി ഉണ്ടാക്കിത്തരും. അല്ലാണ്ട് പുറത്തുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മദ്യാസക്തി എന്ന് പറയുന്ന രോഗമാണ്, പല ആൾക്കാർക്കും ഇന്നും മദ്യാസക്തി രോഗമാണെന്ന് പറഞ്ഞ് നമ്മൾ തർക്കത്തിന് പോകേണ്ട ഇട വരും. പലർക്കും ഇന്ന് അത് തോന്നിയവാസമാണ്, അടി കൊടുക്കേണ്ടതാണെന്ന് പറയുന്ന ആൾക്കാരാണ്. അവരോട് തർക്കിക്കാനോ അവരെ നമ്മളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയോ അല്ല നമ്മളുടെ ഉദ്ദേശം. വേറൊരു മദ്യാസക്തന് എങ്ങനെ സന്ദേശം കൊടുക്കാൻ പറ്റും, അവരെ എങ്ങനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ പറ്റും, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ അനോണിമിറ്റി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നമുക്ക് ബഹുമാനവും സഹായവും സമിതിയും നേടിത്തരുന്ന ഒന്നാണ്. അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ്, ആൽക്കഹോളിക്സ് അനോണിമസിനെ സ്വന്തം കാര്യലാഭത്തിനായിട്ട് അതോടൊപ്പം തന്നെ മറ്റു ദുഷിച്ച പ്രവർത്തികൾക്കായിട്ടും ഉപയോഗിക്കുന്ന അംഗങ്ങളിൽ നിന്നു തന്നെ സംരക്ഷിക്കാൻ അനാമധേയത്വം കാത്തു സൂക്ഷിച്ചേ മതിയാവും. ഏതെങ്കിലും അംഗങ്ങൾ സ്വന്തം കാര്യലാഭത്തിനായിട്ട്, അത് ഏറ്റവും പ്രധാനം ഓരോ വ്യക്തികൾ പരിശോധിക്കേണ്ടതാണ്. അത് പൊതുവായ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഇടപെടേണ്ടി വരും. ചില വ്യക്തികൾ സ്വന്തം കാര്യലാഭത്തിനായി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മാത്രം അനോണിമിറ്റി അല്ല, അത് നമ്മുടെ കൂട്ടായ്മയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമായിട്ട് വരും. ചില ആൾക്കാർ ഒരു സ്റ്റിക്കർ ഇറക്കിയ സമയത്ത് ഈ പുറത്തു നിന്നുള്ള അംഗങ്ങളുടെ നമ്പർ എടുത്തിട്ട് എയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാറുണ്ടാവും. നമുക്കങ്ങനെ പുറത്തുള്ള മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ, ഒരുപക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം എന്നുള്ളതിൽ അംഗം അല്ലാത്ത ഒരാൾ നമ്പർ അടിച്ചിട്ട് സ്റ്റിക്കർ കൊടുത്തു, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളവിടെ കൃത്യമായിട്ട് തന്നെ ഇടപെടും. നമ്മുടെ ചരിത്രത്തിൽ അത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ട്. ഒരു അംഗം പറഞ്ഞു, ഞാൻ റേഡിയോയിലൂടെ പ്രക്ഷോഭണം നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു, ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിർദ്ദേശങ്ങൾ പുറത്തേക്ക് പറയും, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് ഭയങ്കര ദോഷമുണ്ടാക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് കൂട്ടായ്മയെ നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറി കഴിഞ്ഞാൽ എങ്ങനെ നടക്കുക? പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവും, ഞാൻ ഏതെങ്കിലും മീറ്റിംഗ് സ്ഥലത്ത്. അപ്പം അങ്ങനെ പല വ്യക്തികൾക്കും പല ബിസിനസ്സും ഉണ്ട് ആൾക്കാർ. ഇപ്പം ഏടെ ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, അപ്പോൾ എൻ്റെ കാര്യലാഭത്തിനും അല്ലെങ്കിൽ ആ സമിതിക്കും വേണ്ടിയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ ഉപയോഗിക്കുന്ന അംഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് അനോണിമിറ്റിയെ ഞാൻ ഉപയോഗിക്കണം. വേറെ എന്തെങ്കിലും പ്രവർത്തികൾ അത് എക്ക് മൊത്തത്തിൽ ദോഷം വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അനോണിമിറ്റിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. എവിടെയാണ് നമ്മളവിടെ ഇടപെടേണ്ടത്, എങ്ങനെയാണ് നമ്മളതിൽ നിൽക്കേണ്ടത്. കാരണം എൻ്റെ ആണ്, അല്ലാണ്ട് സർവീസിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മുടെ ജീവനും ജീവിതവും തന്ന ഫെല്ലോഷിപ്പിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത്, ഇനി വരുന്ന തലമുറകൾക്കായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഓരോ അംഗത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിൽ എനിക്ക് എൻ്റേതായ റോളുണ്ട്. 100% ആത്മീയമായ പ്രോഗ്രാമാണ്. അതെനിക്ക് എന്ത് നേടിത്തരുന്നു, ഞാൻ പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ വിവേകപൂർവ്വം വേറെ ആളുകൾ സ്വന്തം കാര്യലാഭത്തിനായിട്ട് ദുഷിച്ച പ്രവർത്തികൾക്കായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടണം, ഈ ഒരു നിർദ്ദേശവും പറയുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തന്നെയും മറ്റംഗങ്ങളുടെയും അനാമധേയത്വം
നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതേപോലെ ബ്ലോഗുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ഇത് നമ്മൾ പരസ്യമായിട്ടാണോ ചെയ്യുന്നത്, മറ്റ് പബ്ലിക്കുകൾ അറിയുന്നുണ്ടോ? ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ AI ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഷെയർ ചെയ്യുമ്പോൾ, നമ്മുടെ സ്റ്റാറ്റസിലിടുമ്പോൾ, ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിഗതമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ സ്റ്റാറ്റസ് പബ്ലിക് കാണുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഓരോ അംഗവും വ്യക്തിഗതമായി പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ വാട്സപ്പിലുള്ള കോണ്ടാക്റ്റിലുള്ള മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഇത് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു കാര്യം, നമ്മളുടെ സ്റ്റാറ്റസിൽ കയറി വരുമ്പോൾ 7 അംഗങ്ങൾ മാത്രമാണ് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളെങ്കിൽ കുഴപ്പമില്ലാവില്ല. അപ്പം അത് വ്യക്തിഗതമായി ഓരോ വ്യക്തികളും പരിശോധിക്കേണ്ട കാര്യമാണ്. പരസ്യമായിട്ടാണോ, പബ്ലിക്കിൻ്റെ അടുത്ത് നമ്മൾ ഇടപെടുന്നുണ്ടോ, പബ്ലിക് ഇത് കാണുന്നുണ്ടോ, ഇത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അനോണിമിറ്റി ലംഘിക്കുമ്പോൾ നമ്മളുടെ മാത്രമല്ല, നമ്മൾ അംഗമാണെന്ന് പുറത്തറിയും. ഇപ്പം നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണെന്നറിയും. ഇത് വലിയ രീതിയിൽ മറ്റുള്ളവരുടെ അനോണിമിറ്റി നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ എന്തായി, നമുക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും നമ്മൾ ആപത്ത് വരുത്തും. അപ്പോൾ പബ്ലിക് സ്ഥലങ്ങളിൽ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ഇടുമ്പോൾ ഇത് പബ്ലിക് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. മറ്റുള്ളവരുടെ അനോണിമിറ്റി നമ്മൾ അറിയാതെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് അനോണിമിറ്റി, നമുക്കിതിനെ കുറച്ചുകൂടിയൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ഗ്രേപ്പ് വൈനിൽ വന്നിട്ടുള്ള ലേഖനങ്ങളുണ്ട്. 2010 ഗ്രേപ്പ് വൈനിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിൻ്റെ പാംലെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് അനോണിമിറ്റി എന്ന് പറയുന്നൊരു പാംലെറ്റാണ് ഒന്ന്. രണ്ടാമത്തേത് അനോണിമിറ്റി ഓൺലൈൻ ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാംലെറ്റ് കൂടി നമുക്കുണ്ട്, 2010 ഗ്രേപ്പ് വൈനിൽ പ്രസിദ്ധീകരിച്ചത്. ഇനി ജനറൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റുകളിൽ എങ്ങനെയാണ് ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് യഥാർത്ഥത്തിൽ പബ്ലിക് ആണെന്ന് പറയാറുണ്ട്. 7 അംഗങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പുകൾ പബ്ലിക് ഗ്രൂപ്പല്ല. അവിടെ നമ്മൾ ഉറപ്പുവരുത്തണം മറ്റാൾ 7 അംഗമാണ് എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് നമ്മൾ ആ സൈറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ നമ്മുടെ ഉപയോക്താക്കൾ ആരൊക്കെയാണോ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, അവരുടെ അക്കൗണ്ടും പാസ്വേഡും മറ്റും ഉപയോഗിച്ചാൽ ഒരിക്കൽ ഇതിൽ അംഗമായി കഴിഞ്ഞാൽ പൊതുവായി 7 അംഗങ്ങൾക്കും മറ്റ് സമൂഹത്തിനും കാണാൻ പറ്റും. ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അടങ്ങുന്ന സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ വ്യക്തിഗതമാണെന്ന് പറയുമ്പോഴും ആർക്കും തന്നെ ഇത് അക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോക്ക് ചെയ്യാത്ത, പബ്ലിക്കിന് കാണാൻ പറ്റുന്ന, മറ്റു രീതിയിൽ നമ്മുടെ സ്വന്തം ഫോട്ടോ വെച്ച് വരുന്ന എല്ലാ അക്കൗണ്ടുകളും പബ്ലിക്കാണ്. അത് ലോക്ക് ചെയ്തിട്ടുള്ള ഏക്കാരല്ലാത്ത ഏതൊരംഗം അതിലുണ്ടെങ്കിലും അത് പബ്ലിക്കാണ്. അപ്പോൾ ഇപ്രകാരമുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ, മറ്റ് എല്ലാ സാമൂഹിക മാധ്യമങ്ങളും അവർക്ക് നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചോ അനാമധേയത്വത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയില്ല. അവർക്കത് സംരക്ഷിക്കാനും പറ്റില്ല. വാട്സപ്പിനും അതെ, വാട്സപ്പിലെ ഗ്രൂപ്പുകൾക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതകളില്ല. പക്ഷേ പബ്ലിക് ഗ്രൂപ്പുകൾക്ക് നമ്മൾ വ്യക്തിഗതമായി ഈ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്ന പ്രവൃത്തി എന്താ ഉണ്ടാവുന്നത്, സ്വയം നമുക്കും മറ്റംഗങ്ങളെയും അങ്ങനെ അത് മൊത്തത്തിൽ കുഴപ്പത്തിലെത്തിക്കുകയാണ്. നമ്മളുടെ അനോണിമിറ്റി ബ്രേക്കപ്പ് ചെയ്യുന്നത് നമ്മൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ ഒപ്പമുള്ള ആളുകളുടെ അനോണിമിറ്റി ബ്രേക്കപ്പ് ചെയ്യും. ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട്, അവരുടെ പേര് നമ്മൾ കൊണ്ടിടുമ്പോൾ ആ അനോണിമിറ്റി ബ്രേക്കപ്പ് നമ്മൾ നടത്തും. അതെല്ലാം തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനെ മൊത്തത്തിൽ കുഴപ്പത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ള നവമാധ്യമങ്ങളിൽ കൂടി അനാമധേയത്വം എന്ന് പറയുന്ന തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടുകയും അതേപോലെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ അനോണിമിറ്റി എന്ന് പറയുന്നത് നവമാധ്യമങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും നമ്മളത് പാലിക്കാൻ തയ്യാറാകുമ്പോൾ പൊതുസമൂഹത്തിന് ഭയങ്കര നമ്മളെക്കുറിച്ചൊരു മതിപ്പായിരിക്കും. ഇവരാരാണെന്ന് അറിയുന്നില്ല. കാരണം എല്ലാ ആൾക്കാരും കണ്ടിട്ടുള്ളത് എന്താ, പൊതുവായ രീതി എന്ന് പറഞ്ഞാൽ എന്ത് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പേര് വരണം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സംഭാവന കൊടുക്കുമ്പോൾ അയാളുടെ പേര് എഴുതി വയ്ക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ സംഭാവന കൊടുക്കാനൊക്കെ തയ്യാറാവുന്നത്. ഇവിടെ അനോണിമിറ്റി പാലിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും. പൊതുസമൂഹം ഇങ്ങനെ വിചാരിക്കും എല്ലാ മനുഷ്യരും ഓരോ കാര്യങ്ങളും വ്യക്തിഗതമായ നേട്ടത്തിനാണ്. ഇവിടെ പേരറിയാത്ത, ആ ഫോട്ടോ ഒന്നും പ്രസിദ്ധപ്പെടുത്താത്ത ആരോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
ഇവരുടെ പ്രവൃത്തി കുഴപ്പമില്ല, അങ്ങനെയാണ് നമ്മൾ ആകർഷകമായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും നമ്മളുടെ ഓരോ പ്രവൃത്തികൾ. എല്ലാം ആകർഷകം എന്ന തത്വത്തിലാണ്. അപ്പോൾ എല്ലാ പ്രവൃത്തികളും ഇനി അനാമധേയത്വത്തിനായിട്ട് നമ്മൾ വ്യക്തിഗതമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പം ഓരോ വ്യക്തികളും മുഴുവൻ പേരുപയോഗിക്കാതെ നമ്മളുടെ ഫോട്ടോ കൊടുക്കാതെ നമുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ അത്തരത്തിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അതുവഴി മദ്യവിമോചനത്തിനായിട്ട് പ്രവർത്തിക്കുക. കാരണം നമ്മുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അത് ഈ നവമാധ്യമങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പറ്റില്ല. കാലം ലോകം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മളുടെ പ്രവൃത്തി ഉണ്ടാവേണ്ടതുണ്ട്. ആളുകളിലേക്ക് കൂടുതൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശം എത്തിക്കുക. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, എങ്ങനെയാണ് മദ്യാസക്ത രോഗത്തിന് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവൃത്തി, ഇത് എല്ലാ ആളുകളിലേക്കും ഇനിയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേരിലേക്ക്, വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തി നമ്മൾ തുടരേണ്ടതുണ്ട്. അത് ഓരോ വ്യക്തികളും അവരവർക്കാവുന്ന രീതിയിൽ. പക്ഷെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട്, ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഇനിയും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ഈ ന്യൂജൻ മാധ്യമങ്ങളിൽ നമുക്ക് എയുടെ പേരിൽ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിഗതമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലും മദ്യവിമോചനത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ ചില ആളുകൾ പേര് കൊടുക്കാറുണ്ട്. ആ പേര് കൊടുക്കുമ്പോഴും ഫോട്ടോ പ്രസിദ്ധീകരിക്കാതെ അക്കൗണ്ട് ഉണ്ടാക്കും. അവരുടെ പേര് കൊടുക്കും, അതിൽ അവരുടെ പബ്ലിക്കായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ പ്രവൃത്തികൾ ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്താലും അത് അവരവർ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പ്രവൃത്തികളിലെല്ലാം തന്നെ 11ാമത്തെ പാരമ്പര്യമായിരിക്കണം എന്നുണ്ട്. 11ാമത്തെ പാരമ്പര്യം പരിശോധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തിനാണ്, നമുക്ക് വ്യക്തിഗതമായ പ്രസിദ്ധിക്കല്ല, ഇത് അതാത് വ്യക്തികളാണ്. ഞാൻ മറ്റു വ്യക്തിയുടെ ആ വ്യക്തി പ്രവർത്തിക്കുന്നത് അയാൾ പേരിനാണ്, പ്രശസ്തിക്കാണെന്ന് പറയാനല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പ്രവർത്തിക്കുന്നതിനെ പരിശോധിക്കാനാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ ആ പരിശോധന നടത്തേണ്ടത്. അത് കണ്ടെത്തിയാലാണ് എനിക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ. വേറെ ആരെങ്കിലും പറഞ്ഞു തന്ന് കേൾക്കുകയാണെങ്കിൽ കുടിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലെത്തിയിട്ട് ഞാൻ ഏലെത്തില്ലായിരുന്നു. എൻ്റെ സ്വന്തം അറിവും എൻ്റെ സ്വന്തം കഴിവും ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുന്നേ തന്നെ മദ്യാസക്തി രോഗമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുടി നിർത്തുമായിരുന്നു. ഇവിടെ ഒരു സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പരിശോധിക്കണം, 11ാമത്തെ പാരമ്പര്യം അനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, ആകർഷകമായ രീതിയിൽ എൻ്റെ വ്യക്തിപരമായ പ്രസിദ്ധിക്കല്ല എന്നുള്ളത് ഞാനാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിന് 12ാമത്തെ പാരമ്പര്യം നമ്മുടെ മുന്നിലുണ്ട്. 12ാമത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് എളിമയിൽ അധിഷ്ഠിതമാണ്. ഞാനെന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യവുമില്ലാതെ ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തുക. കാരണം വ്യക്തിഗതമായ പ്രാധാന്യമൊക്കെ അവിടെ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുമാണ് അതിനുത്തരം പറയേണ്ടത്. ഏറ്റവും പ്രധാനമാണ്. മറ്റാരുടെയും ഈ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ പ്രസിദ്ധിക്കാണ് ചെയ്യുന്നത്, അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രസിദ്ധി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതൊന്നും 12ാമത്തെ പാരമ്പര്യം എളിമയിൽ അധിഷ്ഠിതമാണ്. എളിമയിൽ അധിഷ്ഠിതം എന്താ? മറ്റുള്ളവരെ വിലയിരുത്താതിരിക്കുന്നത് എൻ്റെ എളിമയാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുമാണ് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ 12ാം പാരമ്പര്യത്തിന് അനുസൃതമാണോ എന്നറിയാൻ നമുക്ക് ചില ചോദ്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ വ്യക്തിയും പരിശോധിക്കേണ്ട ചോദ്യങ്ങളാണ്. ഒന്ന്, എൻ്റെ സന്ദേശം, എൻ്റെ പോസ്റ്റിംഗ്, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് എന്നെക്കുറിച്ചുള്ളതാണോ? ഏതൊരു മാധ്യമത്തിലാണോ ഞാൻ പോസ്റ്റ് ഇടുന്നത് അവിടെയൊക്കെ അത് എന്നെക്കുറിച്ചുള്ളതാണോ? അതോ ആ പറയുന്ന സന്ദേശം പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ചുള്ളതാണോ? ഞാൻ സന്ദേശത്തെക്കുറിച്ചാണോ അതോ എന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എക്സ്പോസ് ചെയ്യുകയാണോ ഉദ്ദേശം? ഇതാണ് ഈ ചോദ്യം. അത് ഞാൻ പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം ഈ പാരമ്പര്യങ്ങളുടെ പരിശോധന എന്ന് പറയുന്നത് സ്വയം പരിശോധിക്കാനേ പറ്റൂ. വേറുള്ളവരുടെ കാര്യം നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് FBയിൽ ഇടുമ്പോൾ അത് എന്നെ പുറത്തേക്ക് കാണിക്കാനാണോ അതോ ഞാൻ എന്ത് കാര്യമാണോ ഇടുന്നത് ആ സന്ദേശത്തെക്കുറിച്ചാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ പോസ്റ്റ് മൂലം, ഞാൻ ഇടുന്ന ഈ പബ്ലിക്കായി ഇടുന്ന പോസ്റ്റ് മൂലം മറ്റൊരു വ്യക്തിക്ക് സന്ദേശം ലഭിക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന തന്നെയാണത്. ഞാൻ ഇടുന്ന പോസ്റ്റ് കൊണ്ട് വേറൊരാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള സന്ദേശം കിട്ടുന്നുണ്ടോ? അതോ ഞാൻ പുരപ്പുറത്ത് നിന്ന് കയറി വെറുത്ത ഒച്ച ഉണ്ടാക്കുകയാണോ? ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കുക എന്ന
ആ പുരപ്പുറത്ത് നിന്ന് കയറി നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എന്നെ മൊത്തത്തിൽ ആൾക്കാർ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഓൺലൈൻ മീറ്റിങ്ങിൽ കയറിയിട്ട് ആഫ്റ്റർ മീറ്റിങ്ങുകളിൽ ഇത്തരം പ്രസ്താവന നടത്തുക. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്? ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ? അത് മറ്റു വ്യക്തികൾക്ക് സന്ദേശം കൊടുക്കാനാണോ, അതോ എൻ്റെ അറിവുകളെ പുറത്ത് പ്രദർശിപ്പിക്കാനാണോ? ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ പറയുന്ന എൻ്റെ കഥ അത് ഏതെങ്കിലും രാഷ്ട്രീയ മത വിഭാഗങ്ങളിൽ പെടുന്നവരെ സഹായിക്കാനാണോ, എൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ ആദർശം അല്ലെങ്കിൽ എനിക്ക് വിരോധമുള്ള ആൾക്കാരെ അവരെ തുറന്നു കാണിക്കാനാണോ? ഇത് ഞാൻ പരിശോധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഫോട്ടോകളും പോസ്റ്റുകളും അംഗങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട്. ഏതെങ്കിലും ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള അംഗങ്ങളൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. ഒരു സെൽഫി എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന 2 അക്ഷരം പുറകിൽ വരികയാണെങ്കിൽ ഇത്തരം പോസ്റ്റുകൾ ഇടാതിരിക്കാൻ ഇപ്പം ഞാൻ എൻ്റെയും മറ്റുള്ളവരുടെയും അനോണിമിറ്റി നമ്മൾ ബ്രേക്കപ്പ് ചെയ്യും. ഇപ്പം ചില ആളുകൾ ഫോട്ടോ എടുക്കുന്നില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഞാൻ ആ ഫോട്ടോ എടുത്ത് ഈ പബ്ലിക് മീഡിയയിൽ ഇടുമ്പോൾ അവരുടെ അനോണിമിറ്റി ബ്രേക്കപ്പ് ആവും. മറ്റ് ഗ്രൂപ്പുകൾ, ചില അംഗങ്ങൾ ഈ ഫോട്ടോസൊക്കെ വേറെ ഗ്രൂപ്പുകൾ കൊണ്ടിടും. കാരണം തുടക്കത്തിലെത്തിയ പല ആൾക്കാരും ഉണ്ടാവും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ. അവർക്ക് ഈ അനോണിമിറ്റിയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവർ കാണുന്ന ഇത് ചേട്ടൻ കുഴപ്പമില്ല, ആ ചേട്ടൻ്റെ പ്രവൃത്തി പ്രസംഗിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇത് വേറെ ഗ്രൂപ്പിൽ കൊണ്ടിടും. ഈ ഗ്രൂപ്പിൽ കൊണ്ടിടുന്ന സമയത്ത് അപ്പോൾ അത് ആ പോസ്റ്റ് ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വ്യക്തിഗതമായിട്ട് നമുക്ക് അതിലൊന്നും തന്നെ വേറെ ആരെയും മാറ്റി തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഫോട്ടോ വരുന്ന സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ചെയ്യുന്നതിന് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ. അപ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കുകയാണ് നമുക്കിതിൽ പറ്റുള്ളൂ. നമ്മൾ ചെയ്യാതിരിക്കുക. വേറെയുള്ള ആളുകളുടെ ഫോട്ടോ, അവരുടെ പോസ്റ്റ് അംഗങ്ങളാണ് എന്ന് മറ്റുള്ളവരെ അറിയിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക, വളരെയധികം ശ്രദ്ധ ചെലുത്തുക. അത്തരം കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പബ്ലിക്കായി പോസ്റ്റ് ഇടാതിരിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, തർക്ക വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാറുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ടാണ് ഇവിടെ തർക്ക വിഷയങ്ങളാണ്, എയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തർക്കം. ഇതിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാറുണ്ടോ? എന്നോട് യോജിക്കാത്തവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 12ാമത്തെ പാരമ്പര്യം പരിശോധിക്കാൻ പറയുകയാണ്. ഈ കാര്യങ്ങളിൽ അത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പുകളിലാണെങ്കിലും ഉണ്ടാവാറുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഏതെങ്കിലും വ്യക്തികൾ എയുടെ പാരമ്പര്യം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തർക്ക വിഷയങ്ങളുണ്ടാവും. ഇവിടെ തർക്ക വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് 2ാം പടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തർക്ക വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. 2ാം പടിയെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ കാര്യത്തിലെ തർക്ക വിഷയമില്ല. അവിടെയിൽ ഓരോ വ്യക്തിക്കും അതാ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അപ്പോൾ തർക്ക വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ വിമർശിക്കുകയും മറ്റുള്ളവരുടെ പ്രവൃത്തിയിലേക്ക് നോക്കുമ്പോഴാണ് ഈ തർക്ക വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ എന്നാണ്. ഞാൻ തർക്ക വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടോ? എന്നോട് യോജിക്കാത്ത ആൾക്കാരെ, എൻ്റെ ആശയത്തിനെതിരെയുള്ളവരെ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിക്കാറുണ്ടോ? അത് പല രീതിയിലാണ് ഈ ഉപദ്രവി. വാക്കുകളെ കൊണ്ടാവാം, മറ്റു രീതിയിലാണ് അവർക്കെതിരെയുള്ള പോസ്റ്റുകൾ. ഏതെങ്കിലും ഒരാളൊരു കാര്യം ഇടുമ്പോൾ അതിലൊരു വോയിസ് നോട്ട് മതി ഉപദ്രവം ഉണ്ടാക്കാൻ. നമ്മളറിയുന്നില്ല നമ്മളൊരു ബ്ലീഡിങ് ഡീക്കണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഫുൾ ടൈം എയുടെ പ്രവർത്തകനാണ്, ഞാൻ ഭയങ്കര എക്കാരനാണ്, എയുടെ പ്രവൃത്തിയാണ് ഫുള്ള് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്താറുണ്ടോ എന്ന ചോദ്യം, അതെല്ലാ മേഖലയിലും ഏതൊക്കെ രീതിയിലാണോ അവിടെയൊക്കെ നമുക്കത് ആ ചോദ്യം പരിശോധിക്കാം. തർക്ക വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാറുണ്ടോ? മറ്റുള്ളവർ ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ പരിശോധനയാണ്. എന്നോട് യോജിക്കാത്തവരെ ഞാൻ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തികളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കണം. പിന്നത്തത് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വെബ്സൈറ്റായ AA.org, ഞാനിടുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾ ഇതെല്ലാം തന്നെ ആൽക്കഹോളിക്സ് AA.org എന്ന് പറയുന്ന അല്ലെങ്കിൽ AA/grapevine.org ഇതിനെ സഹായിക്കുന്ന രീതിയിലാണോ എൻ്റെ പോസ്റ്റിംഗ്? അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന രീതിയിലാണോ എന്ന് അറിയുമ്പോൾ എയുടെ തത്വങ്ങളിൽ നിന്നുകൊണ്ട് എയുടെ പാരമ്പര്യങ്ങളെ പാലിച്ചുകൊണ്ടായിരിക്കണം ഓരോ പോസ്റ്റും. അത് ഒരു തരത്തിലും AA.org-ഓ AA.grapevine-ഓ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് എതിരെയായി പോകരുത് എന്ന പരിശോധനയാണുള്ളത്. അപ്പോൾ ഒരു വ്യക്തി ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ് എന്ന് വെളിപ്പെടുത്താതെ എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല.
വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരാൾ അംഗമാണ് എന്ന് വെളിപ്പെടുത്താതെ അയാൾ എന്ത് പോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അങ്ങനെ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം തന്ന് ആൾക്കാരെ ഒക്കെ ഇങ്ങനെ പൂട്ടി വയ്ക്കുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തി ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമല്ല, അയാളുടെ പേരോ ഞാനൊരു അംഗമാണ് എന്ന് പബ്ലിക്കലി പറയാതെ എന്ത് പോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ അംഗമാണ് എന്ന് വെളിപ്പെടുത്തി സ്വന്തം ഫോട്ടോ പോലുള്ളവ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും 11ാം പാരമ്പര്യത്തിൻ്റെ ലംഘനമാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ അനോണിമിറ്റി ബ്രേക്കപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിർദ്ദേശം എങ്ങനെയാണ്, അത് ഓരോ വ്യക്തികളും തീരുമാനിക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അംഗമാണെന്ന് വെളിപ്പെടുത്താതെ അയാൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് പറയുമ്പോഴും അനോണിമിറ്റി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് പറയുമ്പോഴും അംഗമാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുഴുവൻ പേര് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് 11ാമത്തെ പാരമ്പര്യത്തിനെതിരാണ്. ഇവിടെയാണ് ഈ വ്യക്തിപരമായ പ്രസിദ്ധിയൊക്കെ കിടക്കുന്നത്. ഇതറിയാതെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത് മുഴുവൻ മനസ്സിലാക്കാതെ കുറച്ചറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പുരപ്പുറത്ത് കയറി നിന്ന് വെടിവെക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു തുടക്കത്തിലൊക്കെ എനിക്കുണ്ടായിരുന്നേ. പിന്നീട് എനിക്കിത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ മാറാൻ തുടങ്ങി. ഇതെല്ലാം എൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തി അംഗമാണ് എന്ന് വെളിപ്പെടുത്താതെ എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് കുഴപ്പമില്ല. മാത്രമല്ല ഇത് ഞാൻ നോക്കേണ്ടത് എൻ്റെ കാര്യത്തിലാണ്. എന്നാൽ അംഗമാണ് എന്ന് വെളിപ്പെടുത്തുകയും സ്വന്തം ഫോട്ടോ പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അംഗമാണ് മദ്യത്തിൽ നിന്ന് മാറിയിട്ടെന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോ ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് 11ാം പാരമ്പര്യത്തിൻ്റെ ലംഘനമാണ്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നത് നമ്മുടെ മുഴുവൻ പേരോ ഫോട്ടോയോ അംഗമാണ് എന്ന നിലയിൽ പബ്ലിക് സ്ഥലങ്ങളിൽ പബ്ലിക്കായിരിക്കുന്ന ഓരോ മീഡിയകളിലും നമ്മുടെ സ്റ്റാറ്റസുകളിൽ പോലും പ്രദർശിപ്പിക്കരുത് എന്ന് തന്നെയാണ് യുടെ നിർദ്ദേശം. അത് പാലിക്കണോ വേണ്ടയോ, ഞാനൊരു അംഗമാണോ എന്ന് സ്വയം ഓരോ വ്യക്തികളും തീരുമാനിക്കേണ്ടതാണ്. 11ാമത്തെ പാരമ്പര്യത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ യാതൊരു വ്യക്തിയും അംഗമാണ് എന്ന് പരസ്യപ്പെടുത്തരുത് എന്നാണ് 11ാമത്തെ പാരമ്പര്യം നമ്മളോട് പറയുന്നത്. നമ്മുടെ അനുഭവങ്ങൾ, കഴിഞ്ഞുപോയ അനുഭവങ്ങളും ലിറ്ററേച്ചറുകളൊക്കെ അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കംസ് ഓഫ് ഏജൊക്കെ വലിയൊരു ചരിത്രത്തിൻ്റെ നാൾവഴികൾ പറയുന്നുണ്ട്. ഈ പാരമ്പര്യങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് ഹൗ ഇറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്ന ഒരു പാംലെറ്റ് ഉണ്ട് നമുക്ക്. ഇതെല്ലാം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത്. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നമുക്ക് പഠിക്കാം. നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള അനുഭവങ്ങളിൽ നിന്നും നമുക്ക് പാഠങ്ങൾ പഠിക്കാനായി പറ്റും. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റേത് മാത്രമായ വെബ്സൈറ്റുകളിൽ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യാൻ പറ്റുക. അവിടെയും പറയുന്നുണ്ട് പാസ്വേഡ് ഉപയോഗിച്ച് അംഗങ്ങൾ മാത്രം കയറുന്ന സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളിൽ അവിടെ ഒരു അംഗമാണ് എന്നൊരാൾ വെളിപ്പെടുത്തുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇതൊക്കെ വിവേകത്തിൻ്റെ കാര്യമാണ്. ഈ ഗ്രൂപ്പ് എങ്ങനെയാണ്, ഇതിൽ അംഗങ്ങൾ മാത്രമാണോ? അപ്പോൾ അപ്പോഴും ഒരു നിർദ്ദേശം കൂടി പറയേണ്ട, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മാത്രമായ വെബ്സൈറ്റുകളിൽ പാസ്വേഡ് ഉപയോഗിച്ച് കയറുന്ന വേറെ ആളുകൾക്ക് പബ്ലിക്കിനെ അസസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. അല്ലാതെയുള്ള വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പിലെ മറ്റ് ഗ്രൂപ്പുകൾ, ഇവിടെയെല്ലാം തന്നെ യാതൊരു കാരണവശാലും അംഗത്വം നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് ധാരാളം വിവരങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചില ആൾക്കാർ ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി അവിടെയാണ് ആ കസ്റ്റം കടന്നു വരുന്നത്. ഇങ്ങനെയാണ് ചെയ്യാറുള്ള ഒരു കസ്റ്റം. ആളുകൾ പൊതുവെ പറ്റി യാതൊന്നും സ്വന്തം പ്രൊഫൈലിലോ സ്റ്റാറ്റസിലോ പരസ്യപ്പെടുത്താറില്ല. ഞാനത് ചെയ്യാറില്ല. തുടക്കത്തിലൊക്കെ പല രീതിയിൽ അനോണിമിറ്റി ബ്രേക്കപ്പ് ചെയ്തിട്ടാട്ടോ ഇത് കണ്ടെത്തി, അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഇതറിയാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരുടെ അനോണിമിറ്റി ബ്രേക്കപ്പിനെ കുറിച്ചും മറ്റുള്ളവരുടെ പാരമ്പര്യ ലംഘനത്തെക്കുറിച്ചും ഒക്കെ പരിശോധിക്കാൻ നടന്നപ്പോൾ എനിക്കിത് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. ഞാൻ എന്നാണോ ഇത് പഠിക്കാൻ തുടങ്ങിയത്, പഠിച്ച അറിവുകളൊന്നും പൂർണ്ണമല്ല, ഇനിയും പഠിക്കാനുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടായത് 12 പടികളിലൂടെ കടന്നു പോയപ്പോഴാണ്. അങ്ങനെ ആയപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാറില്ല, ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി എൻ്റെ പ്രൊഫൈലിൽ ഞാൻ പബ്ലിക്കായി ഇടപെടുന്ന ഒരു സ്ഥലത്തും എൻ്റെ സ്റ്റാറ്റസിൽ ഇതിലൊന്നും തന്നെ പരസ്യപ്പെടുത്താറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം പറയാറുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് നിർത്തിയത്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പുണ്യാളനായി പോയതല്ല. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് തെറ്റ് പറ്റാത്തവരല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ മറ്റു ചിലരാവട്ടെ യുമായി ബന്ധപ്പെടുത്തുകയോ
അംഗത്വം വെളിപ്പെടുത്തുകയോ ചെയ്യാതെ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ എടുക്കുന്ന ഓരോ അംഗങ്ങളുടെ പ്രവൃത്തിയാണ്. കാരണം അംഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഘടിതമായ തീരുമാനം ഇത്തരത്തിലില്ല. ഇതൊക്കെ സ്വയം പാലിക്കേണ്ട ഒരു അച്ചടക്കം നമ്മളോട് പറഞ്ഞു തുടക്കത്തിൽ തന്നെ. ചില ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. അവരുടെ അംഗത്വം വെളിപ്പെടുത്താറില്ല. അവരുമായിട്ട് ഇത് മനസ്സിലാക്കാത്ത രീതിയിൽ വ്യക്തിഗതമായ അനുഭവങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പം അതിനുമെതിരെയല്ല. അവരുടെ ഫോട്ടോ ഇടാതെ, ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ് എന്ന് പറയാതെ, മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇത്ര കാലമായി മാറിയിരുന്നു. പണ്ട് ഇതടക്കം ഞാൻ പല അംഗങ്ങളുമായിട്ട് ഇങ്ങനെ ചോദിക്കും, ഇത് ശരിയാണോ, ഇവർ അനോണിമിറ്റി ലംഘിക്കല്ലേ? യഥാർത്ഥത്തിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറയുന്ന രണ്ടക്ഷരം പറയാതെ ഒരാളൊരു ഫിലിം ഇറക്കുന്നു അയാളുടെ മദ്യാസക്ത രോഗത്തെക്കുറിച്ച്, തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാളുടെ വ്യക്തിഗതമായ കാര്യമാണ് അതൊക്കെ. അതിൽ വേറെ പുറത്തുനിന്ന് ഒരാൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അംഗത്വം വെളിപ്പെടുത്താതെ, ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. അത്തരം രീതികൾ തുടർന്ന് വന്നിട്ടുണ്ട്. വ്യക്തിഗതമായ അനുഭവങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഓരോ അംഗത്തിനുണ്ട്. അപ്പോൾ നമുക്ക് പല നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകളൊക്കെ എന്ന് പറയുന്നത് ധാരാളമായിട്ട് വ്യക്തിപരമായ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലർ പറ്റി യാതൊന്നും സ്വന്തം പ്രൊഫൈലിലോ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പം നെറ്റ്വർക്കിംഗ് പോസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുവാനും മറ്റുള്ളവരെ ഗ്രൂപ്പുകളിലേക്ക് അവസരം തരുന്നത് വേണം. അപ്പം അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണോ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുക, അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ ധാരാളം അംഗങ്ങൾ കുറിച്ച് മാത്രമുള്ള ഗ്രൂപ്പുകൾക്ക് രൂപം കൊടുക്കാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ മാത്രം അടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് നമ്മൾ രൂപം കൊടുക്കാറുണ്ട്. കാരണം ദിനംപ്രതി എന്നോണം ഈ ടെക്നോളജിയിൽ മാറ്റം വരികയാണ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഒപ്പം, മാറുന്ന കാലത്തിൻ്റെ ഒപ്പം നിന്നാലാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക. നമ്മൾ അതിൻ്റെ ഭാഗം തന്നെയാണ്. വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പരസ്പരം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലാണ് വിദേശത്തുള്ള എല്ലാ അംഗങ്ങൾക്കും ഇങ്ങനെ കാണാനോ പരസ്പരം ആശയങ്ങൾ സംസാരിക്കാനോ പറ്റില്ല. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ പഠിക്കാനും കൂടുതൽ ചർച്ചകൾ ഉണ്ടാവാനും അവരവരുടേതായ ആശയങ്ങളെ അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ടെക്നോളജിയുടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ. അതല്ലാതെ കൊറോണ കാലത്താണ് കേരളത്തിൽ നമ്മളിത് കണ്ടെത്തിയെന്നുള്ളൂ. പുറത്തുള്ള അഗ്നോസ്റ്റിയ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു സമ്മേളനം നടന്നു കഴിഞ്ഞതിന് മുന്നത്തെ മാസത്തിലായിരുന്നു. ആ സൈറ്റിൽ 10,000 പേര് പങ്കെടുത്ത ഒരു പബ്ലിക് പരിപാടി, അത് അവർ 4ാമത്തെ സമ്മേളനമായിരുന്നു അവരുടെ. ഞാനതിൽ പങ്കെടുത്തപ്പോൾ ഞാനപ്പോൾ അറിഞ്ഞു, ഇതിന് മുന്നേ കൊറോണ കാലത്തിന് മുന്നേ തന്നെ അവർ ഓൺലൈനിലാണ്. കാരണം ഓരോ അംഗങ്ങളും പല ഭാഗങ്ങളിലാണ് ഈ പറയുന്ന ആ ഗ്രൂപ്പിലെ ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ, പുതിയ ടെക്നോളജിയുടെ മാറ്റം വരുന്നത് കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ ഇതാ പറഞ്ഞിട്ട് വളരെ ശാസ്ത്രീയ മനോഭാവനയ്ക്കുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. എങ്ങനെയാണോ ടെക്നോളജി മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണോ കാലഘട്ടം മുന്നോട്ട് പോകുന്നത്, ഇവിടെ വിശുദ്ധ നിയമങ്ങളില്ല. പാരമ്പര്യങ്ങളെ നമ്മൾ പാലിക്കുന്നു. നമ്മളുടെ അതെന്തിനാണ്? പ്രാഥമിക ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, പ്രാഥമിക ഉദ്ദേശത്തിന് ഭംഗം വരാതെ, അതിന് തടസ്സം വരാതെ ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടും അറിഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മീഡിയകൾക്കായി പ്രത്യേകം ഉപദേശം കൊടുക്കുക എന്നത് പ്രയാസമാണ്. പൊതുവായി ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായി അതിനെപ്പറ്റി നമ്മൾ നന്നായി പഠിക്കുക. അത് ഉപയോഗിക്കുന്ന ആൾക്കാർ സ്വയം പഠിക്കുക. ഒരു ഗ്രൂപ്പാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് ഒരു സൈറ്റ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് യുടെ 11ാമത്തെ പാരമ്പര്യത്തിനനുസരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ എങ്ങനെ ഇടപെടണം, സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തികളുടെ ഫോട്ടോ, ചില കാര്യങ്ങൾ നമുക്ക് അറിയാം. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ പൂർണ്ണമായ വിവരങ്ങൾ ഉണ്ടാവും, വ്യക്തിഗതമായ ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ബാക്കിയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നേരെ മറിച്ച് ക്ലോസ്ഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ നമുക്കിത് സാധ്യമാണ്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഉണ്ട് എന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടാവുന്നില്ല. പബ്ലിക്കായിട്ട് പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ കുഴപ്പം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക. ഈ രീതിയിൽ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലും മറ്റ് ഗ്രൂപ്പുകളിലും നമ്മളുടെ ഫോട്ടോയോ ഡീറ്റെയിലോ നമ്മളെ മനസ്സിലാക്കുന്ന കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഇത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഓർത്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ ഗ്രൂപ്പിലാണ് ഇടുന്നത് എന്ന് പറയുമ്പോഴും വ്യക്തിഗതമായി നമ്മളുടെ ഫോട്ടോ, നമ്മളുടെ മുഴുവൻ അഡ്രസ്സ് ഇത് പ്രദർശിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവരവർ ഓർക്കണം. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ ചേരുന്നതിന് മുന്നേ നന്നായി പഠിക്കണം. എങ്കിലാണ് നമ്മളുടെയും
മറ്റുള്ളവരുടെയും അനാമധേയത്വം സൂക്ഷിക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ അനാമധേയത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗമാണ് എന്ന് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഫോട്ടോ നമ്മുടെ പ്രൊഫൈലിലിട്ട മറ്റാൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആൽക്കഹോളിക്സ് അനോണിമസുമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇയാളുടെ ഒപ്പം ഉള്ളത് എന്നുള്ളത്. അത്ര ഒരു അനുഭവം ഇവിടെ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അനാമധേയത്വ ലംഘനം, അനാവശ്യമായി എയുടെ പേര് ഉപയോഗിക്കാതിരിക്കുക, നമ്മൾ അനാമധേയത്വം ലംഘിക്കാതിരിക്കുക, അനാവശ്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പേര് ഉപയോഗിക്കാതിരിക്കുക, എയുടെ ലിറ്ററേച്ചറുകളും മറ്റും ദുരുപയോഗം ചെയ്യുക, അങ്ങനെ തുടങ്ങി നിരവധി പരാതികൾ ജനറൽ സർവീസ് ഓഫീസിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഓൺലൈൻ ഗ്രൂപ്പും എയുടെ അവിടെ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ ഗ്രൂപ്പും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വക്താക്കളായോ എയുടെ വക്താവായിട്ട് ഒരു അംഗത്തിനും പ്രദാനം ചെയ്യാൻ ജനറൽ സർവീസ് കോൺഫറൻസിനല്ലാതെ ഒരു അംഗത്തിനും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വക്താവാൻ പറ്റില്ല. കുറിച്ച് പൊതുവായി പ്രസ്താവന നടത്താൻ ഒരു അംഗത്തിന് അനുവദിക്കുന്നില്ല. എയുടെ ട്രസ്റ്റിക പോലും പാരമ്പര്യങ്ങളുടെ കസ്റ്റോഡിയൻ ഈ സർവീസ് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു അംഗവും ഇല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വക്താക്കളായി പ്രദാനം ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ജനറൽ സർവീസ് ഓഫീസ്, വേൾഡ് സർവീസ്, ജനറൽ സർവീസ് ബോർഡ് ഇതിനെ ഒന്നിനെ പ്രദാനം ചെയ്യില്ല. ആർക്കും തന്നെ ജനറൽ സർവീസ് ഓഫീസിനെ പ്രദാനം ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ എയുടെ വേൾഡ് സർവീസിനെ പ്രദാനം ചെയ്യാൻ പാടില്ല. ജനറൽ സർവീസ് ബോർഡ് ഇതിനെ പ്രദാനം ചെയ്യാൻ പാടില്ല. ഒരു ഓൺലൈൻ ഗ്രൂപ്പും എയുടെ വക്താക്കളായോ അതിൻ്റെ പ്രതിനിധികളായോ അല്ലെങ്കിൽ ജനറൽ സർവീസ് ഓഫീസിനെ കുറിച്ചോ വേൾഡ് സർവീസിനെ കുറിച്ചോ ജനറൽ സർവീസ് ബോർഡിനെ കുറിച്ചോ പ്രതിദാനം ചെയ്യരുത്. ഓരോ ഗ്രൂപ്പും സ്വതന്ത്രമായി നിലനിൽക്കുന്നവയായിരിക്കണം. നമ്മൾ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നിലനിൽക്കുന്നതായിരിക്കണം. അതിൻ്റെ തീരുമാനം ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ മനസാക്ഷിയിലൂടെ കൂട്ടായ തീരുമാനത്തിൻ്റെ വെൽ നോട്ടഡ് ഗ്രൂപ്പ് കോൺഷ്യസ് എല്ലാ അംഗങ്ങളെയും അറിയിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ ആ രീതിയുടെ ആ ദൈവത്തിൻ്റെ തണലിൽ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അംഗങ്ങൾ ജനറൽ സർവീസിൻ്റെ ഉപദേശത്തെ തേടി സമീപിക്കാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ 12 പാരമ്പര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത് എങ്ങനെയാണ് എന്ന സംശയമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഒന്ന് മനസ്സിലാക്കുക, ജനറൽ സർവീസ് ഓഫീസർമാർ അല്ലെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥർ ഈ വക ടെക്നോളജിയിൽ നൈപുണ്യം നേടിയവരല്ല. എന്നാൽ US, കാനഡ എന്നീ രാജ്യങ്ങളിലെ അനുഭവങ്ങൾ പലപ്പോഴും ജനറൽ സർവീസ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത് ഈ US, കാനഡ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുള്ള സ്ഥലങ്ങൾ അമേരിക്കയിലും കാനഡയിലുമാണ്. അപ്പോൾ ആ രാജ്യങ്ങളിലെ അനുഭവങ്ങളും നിബന്ധനകളും മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കോൺഷ്യസ് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. അപ്പോൾ അതൊരു പുതിയ ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒഫീഷ്യൽ ലെറ്റർ ഹെഡ് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, നീ ഒരു അംഗമാണ് എന്ന് പറയുമ്പോൾ എക്ക് അങ്ങനെ ഒഫീഷ്യൽ എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്ന് പറഞ്ഞു. ഖത്തറിൽ പുതിയൊരു മലയാളം മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ ചുമതലയുള്ള ആളുകളെ മിർക്ക എന്ന് പറയുന്ന അവിടെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, നിനക്ക് വേണോ നിനക്ക് ലെറ്റർ ഹെഡ് ഉണ്ടാക്കിയിട്ട് നിൻ്റെ പേര് വെച്ച് കൊടുക്കാം അവിടെ എന്ന് പറഞ്ഞു. റെഡ് ക്രസൻറ്റിൽ ഈ സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ ഇതിൽ പൊതു നിർദ്ദേശങ്ങൾ US, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള ഓൺലൈൻ ഗ്രൂപ്പുകൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. കൊറോണ കാലത്ത് വന്നതല്ല ഈ ഓൺലൈൻ ഗ്രൂപ്പ്. അവിടുത്തെ അനുഭവങ്ങളും നിബന്ധനകളും തരാനേ സാധിക്കുള്ളൂ. പക്ഷേ ഈ പുതിയ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ ആത്മീയ തത്വങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിനെ പറ്റി വ്യക്തിഗതമായി അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ആകുമ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ തീരുമാനമെടുക്കുക, സ്വയം തീരുമാനമെടുക്കുക, എന്നിട്ട് ഗ്രൂപ്പ് കോൺഷ്യസിലായിട്ട് ചർച്ച ചെയ്യുക എന്നാണ് പറയാനുള്ള നിർദ്ദേശമുള്ളത്. ഇനി വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഉണ്ടാക്കുമ്പോൾ ഈ കാര്യത്തിലൊക്കെ ഗ്രൂപ്പ് മനസാക്ഷിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി സ്വയം തീരുമാനമെടുത്തുകൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്. ഒരു പേര് ജ്വാല എന്ന പേരിലാണെങ്കിൽ ആ ജ്വാലയിൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ മുഴുവൻ ചർച്ചയോടുകൂടിയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അത് ഏരിയ, ഡിസ്ട്രിക്ട്, സെൻട്രൽ ഓഫീസ്, ഇൻ്റർ ഗ്രൂപ്പ് എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ നല്ല പരിജ്ഞാനമുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഏരിയ കമ്മിറ്റിയുടെ പേരിൽ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ, ആ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ, അത് ഏതിൻ്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ പേരിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതാത് സർവീസ് മേഖലകളിലുള്ള ആ ഗ്രൂപ്പ് മനസാക്ഷി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് എല്ലാവർക്കും അതാത് ഗ്രൂപ്പുകൾക്ക് അത് ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാത് ചർച്ചകൾ ചെയ്തിട്ട് അതിനുമായി ബന്ധമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. കാരണം വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ ഈ ഒരു
ആളുകളിലേക്ക് കൂടുതൽ സന്ദേശം എത്തിക്കാൻ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഇതൊരു തുറന്ന പൊതുമാധ്യമമാണ്, പബ്ലിക്കിലേക്ക് സന്ദേശം എത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് ഈ വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ എങ്ങനെയാണോ റേഡിയോ, TV, ഫിലിം ഇവിടെയൊക്കെ നമ്മൾ മുൻകരുതലുകൾ എടുക്കുന്നത്, നമ്മുടെ അംഗത്വം പരസ്യപ്പെടുത്താതെ നമ്മുടെ ആളുകൾ TV വരാറുണ്ട്, റേഡിയോയിൽ വരാറുണ്ട്. കാരണം സന്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ആ കാണുന്ന മുൻകരുതലുകളും പാരമ്പര്യങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ എടുക്കണം. ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പ് എടുക്കണം. വ്യക്തിഗതമായിട്ട് നമ്മൾ കൂടുതൽ സന്ദേശം കൊടുക്കാനുള്ള പ്രവർത്തികളൊന്നും ഏർപ്പെടണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അവരവർക്ക് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാം. പക്ഷെ അതൊക്കെ തന്നെ മുൻകരുതലുകൾ എടുത്ത് പാരമ്പര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആയിരിക്കണം. ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാദേശിക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്, സെൻട്രൽ, ഇന്റർ ഗ്രൂപ്പ് അവിടെ അറിയിക്കും എന്നുള്ള തീരുമാനം എടുക്കുക. ആ കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രാദേശികമായി എല്ലാവരെയും അറിയിക്കുക. വെൽ നോട്ടഡ്, വോട്ടിനിട്ട് തീരുമാനം അറിയിക്കുക. അവിടെയാണ് ഗ്രൂപ്പ് കോൺഷ്യസ്, വെൽ നോട്ടഡ് ഗ്രൂപ്പ് കോൺഷ്യസ് എന്ന് പറയാറുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായം നടപ്പിലാക്കാനല്ല. കാരണം രണ്ടാമത്തെ പാരമ്പര്യം കൃത്യമായി അത് എങ്ങനെയാണ് ഗ്രൂപ്പ് കോൺഷ്യസ് നടക്കേണ്ടത് നമുക്ക് ബിൽഡബ്ല്യു സ്വന്തം അനുഭവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വ്യക്തിഗതമായ അദ്ദേഹത്തിൻ്റെ ത്യാഗം കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട് മാതൃകയായിട്ട്. അപ്പോൾ അതെല്ലാവരെയും അറിയിക്കുക. വോട്ടിനിട്ട് തീരുമാനം അറിയിക്കാനായിട്ട് വിടുക. ഒരു വെബ്സൈറ്റ് തുടങ്ങണമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമോ ഈ സോഷ്യൽ മീഡിയ സ്ഥലങ്ങളിൽ, അത് ഏത് വിധമാകാം, അത് വോട്ടിനിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ടെക്നിക്കലായിട്ടുള്ള അറിവുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക. കാരണം കൂടുതലായിട്ട് ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. വെബ്സൈറ്റിനെ പറ്റിയുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, ഇതിനെക്കുറിച്ച് നമുക്ക് ജനറൽ സർവീസിൻ്റെ ലഘുലേഖ ഉണ്ട്. ആ ലഘുലേഖയുടെ പേരാണ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് AA വെബ്സൈറ്റ്. ചോദിക്കപ്പെട്ടുള്ള സാധാരണ ഉണ്ടായ സംശയങ്ങൾ, അതൊക്കെ ഇങ്ങനെ അനുഭവങ്ങളിൽ നിന്നാണ് AA ഇത്തരം ലഘുലേഖകളെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സ്പിരിച്വൽ കൺസിഡറേഷൻ, ആത്മീയമായിട്ടുള്ള ആ പരിഗണന, വ്യക്തിപരമായ സ്വകാര്യങ്ങൾ പോലും പങ്കുവെക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ചരിത്രവും ശക്തിയും. നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണ്. ഒരു മദ്യപാന രോഗി മറ്റൊരു രോഗിയോട് സംസാരിക്കുന്നു, ഇതാണ് നമ്മുടെ ആത്മീയ വശം. അപ്പോൾ ഇന്നത്തെ നവമാധ്യമങ്ങളിൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പ്രശ്നം ഉദിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഒരു മദ്യപാന രോഗി വേറൊരു മദ്യപാന രോഗിയോട് സംസാരിക്കുന്നു, ഇതാണ് നമ്മുടെ ആത്മീയമായ വശം. അപ്പോൾ ഈ നവ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിനെ അമിതമായി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നന്നായി പോകണം എന്ന് പറയുന്ന അംഗങ്ങൾക്ക് വ്യക്തിപരമായ പങ്കുവെക്കലിനെ പുതിയ ടെക്നോളജിയുമായി ലഘൂകരിക്കുന്നതിനോട് യോജിക്കാനാവുന്നില്ല. പുതിയൊരു ടെക്നോളജി ഉണ്ടായി, മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങളെ പാലിച്ചുകൊണ്ടാണ്, വ്യക്തിപരമായി അത് പങ്കുവെച്ചുകൊണ്ട് നമ്മളുടെ അനോണിമിറ്റി നമ്മളുടെ സ്വന്തം കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും യോജിക്കാറില്ല. കാരണം അതെന്തുകൊണ്ടാണ്? നമ്മൾ വ്യക്തിപരമായി നേർക്കുനേരെയുള്ള പങ്കുവെക്കലാണ് നമ്മുടെ കൂട്ടായ്മയുടെ ആവശ്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറയേണ്ട, ടെക്നോളജിയുടെ വേഗത നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണമെന്നില്ല. ഈ ടെക്നോളജി വളർന്നു വന്നിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ് രണ്ട് വശവും ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ വ്യക്തിഗതമായ വിവരങ്ങൾ നമ്മുടെ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ ഇടുമ്പോഴും അത് എയുടെ തത്വത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ഈ രണ്ട് വേർഷനും കാണാറില്ല, പല വേർഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തിപരമായ നേർക്ക് നേരെയുള്ള പങ്കുവെക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടല്ല ഓൺലൈൻ മീറ്റിംഗ് പ്രവർത്തിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. കാരണം വ്യക്തിഗതമായി പങ്കുവെക്കലിൻ്റെ സുഖം നമുക്കറിയാം, പരസ്പരം അംഗങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദം. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് അതിൻ്റെ വേഗത നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തിഗതമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വെബ്സൈറ്റ് കമ്മിറ്റികൾ ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ആത്മീയ പാരമ്പര്യമായ ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കുന്നു എന്ന വിഷയവും നമ്മൾ പരിഗണിക്കണം. ഇതാണ് നമ്മുടെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. ചില കമ്മിറ്റികളെങ്കിലും വ്യക്തിപരമായി അടുപ്പങ്ങൾ പുതിയ ടെക്നോളജിയുടെ വരവോടെ നഷ്ടമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അന്നും ഈ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ ടെക്നോളജീനെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ട്രാക്ടർ, കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോൾ സമരം ചെയ്ത് നമുക്കറിയാം. അപ്പോൾ ഇതുമാതിരി തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് പൊതുസമൂഹത്തിൽ നിന്ന് വിഭിന്നമൊന്നല്ലോ. പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ
ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയാണ് ഈ ഗ്രൂപ്പ് കോൺഷ്യസ് വരുന്നത്, ഈ ഒരു കമ്മിറ്റിയുടെ മനസാക്ഷിയിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയാവണമെന്നും പറയുന്നില്ല. ഒരു കാര്യത്തിലും അന്തിമമായ തീർപ്പോ ഇങ്ങനെ ആയിരിക്കണം, വിശുദ്ധമായ നിയമമാണ്, ഇതൊരിക്കലും പാലിക്കാൻ പാടില്ല. പാരമ്പര്യങ്ങൾ നമ്മൾ സ്വയം പാലിക്കേണ്ടതാണ്, നമ്മുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇത്തരം തർക്ക വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനം എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഒരു ഗ്രൂപ്പിൻ്റെ പേരിൽ എന്നുള്ള തീരുമാനം തീർച്ചയായിട്ടും അത് ഗ്രൂപ്പ് മനസാക്ഷിയിലൂടെ പ്രവർത്തിക്കുന്ന വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കുക. അവിടെ ഞാനല്ല ദൈവം, എല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ ചിന്തയിലൂടെയല്ല, എൻ്റെ ചിന്തയുടെ അപ്പുറവും ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധ്യം. അവിടെയാണ് ആ എളിമയൊക്കെ കടന്നു വരിക. ഗ്രൂപ്പ് കോൺഷ്യസിനെ അംഗീകരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി നല്ലത് മികച്ചതിൻ്റെ ശത്രുവായിരിക്കും എന്ന തിരിച്ചറിവ്. ഇതൊക്കെ ഇവിടെയാണ്. അവിടെ ആത്മീയതയിൽ നിന്നാൽ മാത്രമാണ് ഗ്രൂപ്പ് കോൺഷ്യസിനൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് കോൺഷ്യസിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാനായിട്ട് ഞാൻ ഒപ്പം നിൽക്കേണ്ടതുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളിലൂടെ പോകുന്ന ഒരാൾ, അയാൾ ഒരു സംശയവും വേണ്ട, അതെൻ്റെ തീരുമാനത്തിനെതിരാണെങ്കിലും ഗ്രൂപ്പ് മനസാക്ഷിയുടെ തീരുമാനം, പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പോലും പറയില്ല. ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് കോൺഷ്യസ് നടന്നാൽ വേറെ അംഗങ്ങളെ വിളിച്ച് നമ്മുടെ തീരുമാനത്തിനെതിരെയായി നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോകില്ല. കാരണം അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. പിന്നെ എവിടെയാണ് ദൈവം കിടക്കുന്നത്? അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കമ്മിറ്റിയുടെ മനസാക്ഷിയിലൂടെ പ്രവർത്തിക്കുന്ന വലിയ ശക്തിക്ക് ഈ വക കാര്യങ്ങളെ വിട്ടു നൽകണം. എന്താണ് ആവശ്യമുള്ളതെന്നും ശരിയായത് എങ്ങനെ അറിയാൻ ശ്രമിക്കുക. എന്താണ് ആവശ്യം, ഗ്രൂപ്പിൽ അംഗങ്ങൾ ഭൂരിപക്ഷമായിട്ട് എന്ത് പറയുന്നു അതിനെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനും പരിഷ്കരിക്കാനും ഉപേക്ഷിക്കാനും പുനരാവിഷ്കരിക്കാനും സാധിക്കും എന്നുള്ളതാണ് സന്തോഷകരമായ സംഗതി. അവിടെ നമ്മുടെ പടികളെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പടികളിൽ നിൽക്കുമ്പോൾ കൃത്യമായി തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ തന്നെ ശരിയാണ് എന്ന ഭാവമല്ല എയുടെ ഈ പരിശോധന. ഗ്രൂപ്പ് കോൺഷ്യസിലേക്ക് എത്തുമ്പോൾ ഈ മോചനത്തിൻ്റെ പടികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് പറ്റും, പുനഃപരിശോധിക്കാൻ പറ്റും, നമുക്ക് പരിഷ്കരിക്കാൻ പറ്റും. അങ്ങനെ നമുക്കിങ്ങനെ നിർബന്ധ നിയമങ്ങളൊന്നുമില്ല. നമ്മൾ പിടിച്ച ഇതിന് തന്നെ 3 കൊമ്പ് എന്ന മനോഭാവമല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവൃത്തി. നമുക്കത് പരിഷ്കരിക്കാൻ പറ്റും, ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റും, വീണ്ടും പുനരാവിഷ്കരിക്കാൻ സാധിക്കും. നമ്മൾ പുതുക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം എന്നത്. ഒരു കമ്മിറ്റിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ കുറിപ്പിട്ട കാലത്തിന് ശേഷം പരിശോധിക്കുവാനായിട്ട് സാധിക്കും, വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിർദ്ദേശങ്ങൾ നിൽക്കുന്നത്. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കേണ്ടത്, അതിന് എത്ര കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ വേണം, കമ്മിറ്റിയുടെ ഗ്രൂപ്പ് മനസാക്ഷി പ്രകാരം ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാദേശിക അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു 6 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു വെബ്സൈറ്റിന് ചെയർപേഴ്സൺ ഉണ്ടാക്കണം. കാരണം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് ഓരോന്നും. അതോടൊപ്പം തന്നെ ഏരിയ PA ചെയർമാനെ അതിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ഏരിയ കമ്മിറ്റിയിലെ PA ചെയർമാൻ അതിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കറണ്ട് DCM അതിലുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് അതിൽ പങ്കെടുക്കേണ്ട ആൾ ഒരു വെബ്സൈറ്റ് ഒരു കമ്മിറ്റിയുടെ ഗ്രൂപ്പിൻ്റെ പേരിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അത് ഫിസിക്കലായിട്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ അതിൽ വെബ് ചെയർമാൻ, ഏരിയ PA ചെയർപേഴ്സൺ, ഒരു കറണ്ട് DCM ഉണ്ടായിരിക്കണം, ഒരു പഴയ ഡെലിഗേറ്റ്, നമ്മളുടെ റൊട്ടേഷണലായ ഒരു ഡെലിഗേറ്റ്. കാരണം അയാളുടെ അനുഭവങ്ങളും സങ്കല്പങ്ങളും നമ്മൾ 36 തത്വങ്ങളിൽ നിന്നാണ് പടികൾ, പാരമ്പര്യങ്ങൾ, സങ്കല്പങ്ങൾ. അപ്പോൾ ഈ സങ്കല്പങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ഒരു ഡെലിഗേറ്റ് ആ ഗ്രൂപ്പിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കറന്റ് ജനറൽ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് GSR ഉണ്ടായിരിക്കണം. ആ ഗ്രൂപ്പിൻ്റെ GSR അതിലുണ്ടായിരിക്കണം. ഒരു ആൽക്കഹോൾ അംഗം പുറത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു അംഗം, അതിന് പ്രത്യേകതയൊന്നുമില്ല, അത് ആരും ആവാം. ഞാൻ അംഗമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആര് വേണച്ചാൽ ഈ ഒരു വെബ്സൈറ്റിൽ അംഗമാവാം. ഈ 3 പേരെയും വെബ് ചെയർപേഴ്സണെയും നോമിനേറ്റ് ചെയ്യുന്നതാണ്. 2 വർഷമാണ് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അവരുടെ കാലാവധി. ഈ വെബ് മാസ്റ്റർക്ക് പുറമെ പകരക്കാരനായ ഒരു വെബ് മാസ്റ്റർക്കും ഒരു ആൽക്കഹോൾ അംഗം എന്ന് പറഞ്ഞു. അവർക്കാണ് ദൈനംദിനം ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുമതല ഉണ്ടാവേണ്ടത്. ധാരാളം സമയം ആവശ്യമുള്ള കാര്യമാണ് എന്നാണ് അനുഭവം. പിന്നെ പേര് തീരുമാനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കോപ്പിറൈറ്റഡായ മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, പോസ്റ്റിംഗ് ഓൺ സർവീസ്, അപ്പോൾ നിരവധി നിർദ്ദേശങ്ങൾ ഇനിയും ഈ ഒരു പാംലെറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വ്യക്തിഗതമായി നമ്മൾ പരിശോധിച്ചുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശങ്ങൾ
കൂടുതലായി എത്തിക്കാൻ ഈ പാരമ്പര്യങ്ങളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന്